നമസ്കാരം. മലേഷ്യയിലെ ക്വാലാലംപൂരിൽ നടക്കുന്ന ആസിയാൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പങ്കെടുക്കില്ല. ഉച്ചകോടിയിൽ വിർച്വലായാകും പങ്കെടുക്കുകയെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ഇതോടെ ഉച്ചകോടിക്കിടെ നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മോദി ട്രംപ് കൂടിക്കാഴ്ച നടക്കില്ലെന്ന് ഉറപ്പായി. ഇന്ത്യ അമേരിക്ക വാണിജ്യ കരാർ സംബന്ധിച്ചും താരിഫ് കുറയ്ക്കുന്നത് സംബന്ധിച്ചും നിർണായക ചർച്ചകൾ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പും ഛഠ് പൂജയും കാരണമാണ് പങ്കെടുക്കാത്തതെന്നാണ് വിശദീകരണമെങ്കിലും മോദിക്ക് ട്രംപിനെ പേടിയാണെന്നും അതുകൊണ്ടാണ് കൂടിക്കാഴ്ച ഒഴിവാക്കുന്നതെന്നുമാണ് കോൺഗ്രസിന്റെ കുറ്റപ്പെടുത്തൽ. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിലും ഗാസ സമാധാന കരാർ ഒപ്പിടുന്ന വേളയിലും ട്രംപുമായി കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരം പ്രധാനമന്ത്രി ഒഴിവാക്കിയിരുന്നു. ദീപാവലി ആശംസ നേരാൻ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയെ ട്രംപ് വിളിച്ചിരുന്നു. വ്യാപാരത്തെക്കുറിച്ചായിരുന്നു ചർച്ചയെന്നാണ് പ്രതികരണങ്ങൾ വന്നതെങ്കിലും റഷ്യൻ എണ്ണ വാങ്ങില്ലെന്ന് ഉറപ്പ് കിട്ടിയെന്നായിരുന്നു ട്രംപ് ആവർത്തിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിലും റഷ്യൻ എണ്ണ വാങ്ങുന്ന വിഷയത്തിലും ട്രംപ് അവകാശവാദം തുടരുമ്പോൾ കൂടിക്കാഴ്ച മോദി വേണ്ടെന്ന് വെച്ചതോ? എന്താണ് ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ സംഭവിക്കുന്നത്? ഈ വിഷയമാണ് നമ്മൾ ഇന്ന് സ്പെഷ്യൽ ഡിബേറ്റിൽ പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ചർച്ചയിൽ എനിക്കൊപ്പം ഡോക്ടർ മോഹൻ വർഗീസ്, ശ്രീ റോണി കെ ബേബി കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച്, കേണൽ ഡിന്നി BJP പ്രതിനിധി, സജിമോൻ ആന്റണി ഫൊക്കാനെ പ്രതിനിധീകരിച്ച് ഈ അതിഥികളാണ് നമുക്കൊപ്പമുള്ളത്. ആദ്യം ശ്രീ കേണൽ ഡിന്നി, എല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ആസിയാൻ ഉച്ചകോടിയെ നോക്കിക്കണ്ടിരുന്നത്. അതിലേറ്റവും പ്രധാനം ട്രംപുമായി മോദി കൂടിക്കാഴ്ച നടത്താൻ പോകുന്നു എന്നതായിരുന്നു. നമുക്കറിയാം, താരിഫ്, വാണിജ്യ കരാർ, ഈ രണ്ട് വിഷയങ്ങളും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. താരിഫിന്റെ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ എന്തെങ്കിലും അനുകൂല തീരുമാനങ്ങൾ ഉണ്ടോ എന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്തുകൊണ്ടാണ് അത്ര സുപ്രധാനമായ ഒരു ഉച്ചകോടിയിൽ നേരിട്ട് പങ്കെടുക്കേണ്ടതില്ല എന്ന് മോദി തീരുമാനിച്ചത്? എന്തായിരിക്കും കാരണം? നോക്കൂ മാഡം, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ ഈ ഇന്റർനാഷണൽ റിലേഷൻസ്, പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള ഒരു രാജ്യം, പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള രാജ്യം മാത്രമല്ല, ഡൊണാൾഡ് ട്രംപ് എന്നുള്ള പ്രസിഡന്റ്, അദ്ദേഹം ഈ കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു ഡിപ്ലോമസി രീതിയിലല്ല ഇപ്പം ഡിപ്ലോമസി ചെയ്യുന്നത്. പല തീരുമാനങ്ങളും എടുക്കുന്നതും, പല രാഷ്ട്ര തലവന്മാരുമായിട്ടുള്ള ഇടപെടൽ, സ്വന്തം രാജ്യത്തിനെ കുറിച്ചുള്ള മറ്റു രാജ്യങ്ങളിൽ പോയി പറയുന്ന, പഴയ പ്രസിഡന്റ്മാരെ കുറിച്ചൊക്കെ പറയുന്നത്, ഓരോ കാര്യങ്ങളിലും ഒരു ഇതുവരെ ലോകം കാണാത്ത രീതിയിലുള്ള ഒരു ഡിപ്ലോമസിയാണ് ശ്രീ ഡൊണാൾഡ് ട്രംപ് ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ രീതിയിലുള്ള ഒരു കൺവെൻഷണൽ ഡിപ്ലോമസി എപ്പോഴും നമുക്കും അങ്ങനത്തെ രീതിയിലേക്ക് പോകാൻ സാധിക്കില്ല. അപ്പൊ ഇവിടെ ചോദ്യം, ഏത് ഡിപ്ലോമസി ആയാലും ശരി, ഡൊണാൾഡ് ട്രംപിനെ പ്രൈം മിനിസ്റ്റർ മോദി കണ്ടാലും ശരി ഇല്ലെങ്കിലും ശരി, ഭാരതത്തിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ ചോദ്യം ഏറ്റവും കൂടുതൽ പ്രസക്തമായിട്ടുള്ള കാര്യം അതാണ്. എന്നെ സംബന്ധിച്ചോളം ഞാനത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഭാരതത്തിന്റെ താല്പര്യങ്ങൾ എക്കാലവും അത് സംരക്ഷിക്കപ്പെടുന്ന രീതിയിൽ തന്നെയാണ് പ്രൈം മിനിസ്റ്റർ മോദി ഇടപെട്ടുള്ളത്. ഇപ്പം ഇവിടെ പോകുന്നില്ല എന്ന് പറഞ്ഞു. അതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള റീസൺസ് മലേഷ്യൻ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് ദിവാലിയൊക്കെ ആയതുകൊണ്ടാണ് പ്രൈം മിനിസ്റ്റർ മോദി അദ്ദേഹത്തിനെ വിളിച്ചിരുന്നു എന്നാണ്. അതിനകത്ത് ബീഹാർ ഇലക്ഷൻസും ഛഠ് പൂജയൊന്നും അതിനകത്തൊരു ഫാക്ടർ അല്ല. അതെനിക്കറിയത്തില്ല അത് എവിടുന്ന വന്നതെന്ന്. പക്ഷെ ഒഫീഷ്യലി ഇതുകൊണ്ടാണ് പോകാത്തതെന്നുള്ള രീതിയിലാണ് മലേഷ്യൻ പ്രൈം മിനിസ്റ്റർ അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തിന്റെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു വേർഷൻ കിട്ടാൻ സാധ്യത ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഒഴിവാക്കുന്നത് എന്നുള്ളത്. എനിക്ക് മനസ്സിലാവുന്നത് നമുക്ക് എവിടെയാണ് തിരിച്ചടി കിട്ടുന്നത്. നമ്മളെ സ്റ്റാൻഡ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഭാരതവും US തമ്മിലുള്ള ട്രേഡിനകത്ത് നമുക്ക് അഗ്രികൾച്ചർ പ്രോഡക്ട്സിനും ഡയറി പ്രോഡക്ട്സിനുമായിട്ട് യാതൊരു രീതിയിലുള്ള വിട്ടുവീഴ്ച ചെയ്യത്തില്ല എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അവിടാണ് ഈ വിഷയങ്ങൾ നിൽക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില വിട്ടുവീഴ്ചകൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും കൂടി ഉണ്ടാകും. അത് ഈ ചോളവുമായി ബന്ധപ്പെട്ടാണെങ്കിലും മറ്റ് ഇറക്കുമതിയുടെ കാര്യത്തിലാണെങ്കിലും ഇനിയിപ്പോൾ എണ്ണ വാങ്ങുന്ന കാര്യത്തിലാണെങ്കിലും അമേരിക്കയ്ക്ക് കൂടി സ്വീകാര്യമാകുന്ന ചില വിട്ടുവീഴ്ചകൾ ഉണ്ടാകും എന്ന റിപ്പോർട്ടുകളാണ് ദേശീയ മാധ്യമങ്ങളിലൊക്കെ വന്നത്. അങ്ങനെയുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത് കൊണ്ട് തന്നെ താരിഫ് കട്ട് 15 to 16% ആക്കി കുറയ്ക്കാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ട് എന്ന് പറയുന്നു. ഡിനി, ഇവിടെ താങ്കൾ വിശദീകരിച്ചതുപോലെ ട്രംപ് പല കാര്യങ്ങളുടെ കാര്യത്തിൽ നയതന്ത്ര തലത്തിൽ ഇടപെടുന്നതിൽ പല അസ്വസ്ഥതകൾ അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടുവന്ന രീതികളല്ല എന്നൊരു സാഹചര്യം അത് ഞാൻ സ്വീകരിക്കുന്നു. പക്ഷേ നോക്കൂ, ഇപ്പോൾ തീവ്രവാദം മുഖമുദ്രവാക്കിയ രാഷ്ട്രങ്ങളോടാണെങ്കിൽ പോലും
ഒരു ചർച്ചയിലൂടെ നയതന്ത്ര ചർച്ചകൾ നടന്നാണ് പ്രശ്ന പരിഹാരങ്ങൾ ഉണ്ടാകുന്നത്. യുദ്ധമുഖത്തുള്ള രാഷ്ട്രങ്ങൾ അവർ ചർച്ചയിലൂടെയാണ് പ്രശ്നം പരിഹരിക്കുന്നത്. നമ്മളിപ്പോൾ പറയുന്നതും അതാണല്ലോ. ആസിയാൻ ഉച്ചകോടിയുടെ ഭാഗമായി ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരം, നയതന്ത്ര തലത്തിൽ ചർച്ചകൾക്കുള്ളൊരു അവസരം ലഭിക്കുക എന്നത് ചെറിയ കാര്യമല്ല. ആ അവസരം പ്രയോജനപ്പെടുത്തുക എന്നതാണ് ഒരു രാഷ്ട്രം ചെയ്യേണ്ടത്. അല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ ആശംസകൾ നേരുന്നതോ, ഇപ്പോൾ ആശംസ നേരാൻ വിളിച്ചു അത് സംസാരിച്ചു, അതൊന്നും ഈ നയതന്ത്ര തല കാര്യങ്ങളിൽ പെടുന്നതല്ല. അതിനപ്പുറമുള്ള സൗഹൃദത്തിൽ വരുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഇത്തരം സ്പേസുകൾ, ഇത്തരം സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് കൂട്ടുകൂടാൻ കൊള്ളാത്തവരുമാണെങ്കിൽ ആ തരത്തിൽ ഒഫീഷ്യലായിട്ടുള്ള ചർച്ചകളല്ലേ അവരുമായിട്ട് ഏറ്റവും അഭികാമ്യമായി വരിക. നോക്കൂ മാഡം, ഞാൻ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കാം. നമ്മളിപ്പോ ഒരു കൂടിക്കാഴ്ച നമുക്ക് അവസരം കിട്ടുന്നു, അവിടെ ചർച്ച ചെയ്യണമെന്ന് പറയുന്നു, ശരിയാണ്. ഓക്കെ, ഈജിപ്തില് ഇപ്പം അടുത്ത കാലത്തായിട്ട് നടന്ന ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനകത്ത് പ്രൈം മിനിസ്റ്റർ മോദിയെ വിളിച്ചിരുന്നു. നമ്മുടെ MOSനെ മാത്രമാണ് അവിടെ വിട്ടത്. അവിടെ നടന്ന സംഭവങ്ങൾ ഈ ഭാരതത്തിലുള്ള ഏതെങ്കിലും ഒരു പൗരൻ അവർക്ക് ഭാരതത്തിന്റെ പ്രൈം മിനിസ്റ്റർ അവിടെ പോയിരുന്നെങ്കിൽ അതിനെ നമുക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റുമായിരുന്നു. എങ്ങനെയാണ് ഡൊണാൾഡ് ട്രംപ് അവിടുത്തെ ഓരോ പ്രധാനമന്ത്രി, വെദർ UK പ്രധാനമന്ത്രി ആയാലും ശരി, പാകിസ്ഥാന്റെ ഷബാസ് ഷെരീഫിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത് നമ്മൾ കണ്ടു. എന്തിനു വേറെ, ഈവൻ ഇറ്റലിയിലെ പ്രൈം മിനിസ്റ്ററിനെ അവരൊരു മഹിള ആയതുകൊണ്ട് അവർക്ക് ഏത് രീതിയിലുള്ള സംഭാഷണമാണ് നടത്തിയത് നമ്മളെല്ലാം കണ്ടത്. അപ്പൊ ആ രീതിയിലേക്ക് നമ്മളെ പ്രൈം മിനിസ്റ്റർ അവിടെ പോയി നിൽക്കണമെന്നാണോ നമ്മൾ ആരും ആഗ്രഹിക്കുന്നത്? ശ്രീ ഡിനി, അങ്ങനെ ആയിരുന്നില്ലല്ലോ അവകാശവാദം. നിങ്ങൾ പോലും BJP പ്രതിനിധികൾ പോലും ചർച്ചകളിൽ എന്താണ് പറഞ്ഞിരുന്നത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനെ കുറിച്ച് എന്താണ് പറഞ്ഞിരുന്നത്? എന്റെ സുഹൃത്ത് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ അഭിസംബോധന ചെയ്തിട്ടുള്ളത്? എന്താണ് പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയി അമേരിക്കൻ ഇലക്ഷന്റെ ടൈമിൽ പറഞ്ഞിരുന്നത്? ഇനി ഒരു തവണ കൂടി ട്രംപിനെ തിരഞ്ഞെടുക്കൂ എന്നല്ലേ അങ്ങനെ പറഞ്ഞിരുന്ന, സൗഹൃദം പറഞ്ഞിരുന്ന, എല്ലാ വേദികളിലും അഗാധമായ ബന്ധത്തിന്റെ, ഊഷ്മളമായ ബന്ധത്തിന്റെ ചിത്രങ്ങൾ സംഭാവന ചെയ്തിരുന്ന രണ്ട് നേതാക്കൾ ഈ വിധത്തിൽ അകന്നോ? അല്ലെങ്കിൽ ട്രംപ് ഉള്ള ഒരിടത്ത് എത്താൻ പറ്റാത്ത വിധത്തിൽ അകൽച്ചയിലാണോ ഈ രണ്ട് നേതാക്കൾ? അല്ല, എന്റെ മറുചോദ്യം അങ്ങനെയാണ്. പ്രൈം മിനിസ്റ്റർ മോദി മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആർക്ക് വേണ്ടിയാണ്? അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് അവിടെ എന്തെങ്കിലും വിസ കിട്ടാൻ വേണ്ടിയാണോ? അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും സ്ഥാപനങ്ങൾ അവിടെ തുടങ്ങാൻ വേണ്ടിയാണോ? അതോ അദ്ദേഹം US-ന്റെ ഈ പ്രൈം മിനിസ്റ്റർഷിപ്പ് കഴിഞ്ഞിട്ട് US-ൽ പോയി സെറ്റിൽ ചെയ്യാൻ വേണ്ടിയാണോ? അല്ല, ഞാനല്ലല്ലോ അതിന് മറുപടി പറയേണ്ടത്. എന്തിനാണ് അമേരിക്കയിൽ ചെന്ന് ട്രംപിനെ ഒരിക്കൽ കൂടി തെരഞ്ഞെടുക്കൂ എന്ന് പറഞ്ഞത്? എന്തിനാണ്? ആർക്ക് വേണ്ടിയാണ്? ഇന്ത്യയുടെ താല്പര്യമാണോ അമേരിക്കയിൽ ഒരിക്കൽ കൂടി ട്രംപ് അധികാരത്തിൽ വരണമെന്നത്? ഇന്ത്യയുടെ ഏതെങ്കിലും തരത്തിലുള്ള താല്പര്യ സംരക്ഷണത്തിന്റെ ഭാഗമാണോ? ഞാനത് പറഞ്ഞുതരാം. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന്റെ തെരഞ്ഞെടുപ്പ് അവകാശങ്ങളിൽ ഒരു രാഷ്ട്ര തലവൻ അഭിപ്രായം പറയുന്നത് ആ നിലയിൽ പതിവുള്ളതായിരുന്നില്ല. അതാണ് അന്ന് മോദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിനകത്ത് ഞാൻ പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ ഈ രാജ്യങ്ങൾ തമ്മിൽ ഒരു ബന്ധം വരുമ്പം അവിടെ പെർമനന്റ് ആയിട്ടുള്ള ശത്രുവോ പെർമനന്റ് ആയിട്ടുള്ള മിത്രങ്ങളോ ഇല്ല. അവിടെ പെർമനന്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റോ ഉള്ള. അന്ന് പ്രൈം മിനിസ്റ്റർ മോദിക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നി. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അത് പറഞ്ഞു. ഇന്ന് നമ്മളിപ്പോ എപ്പോ കാണണോ എങ്ങനെ കാണും? ഇപ്പൊ നോക്കൂ, ഡൊണാൾഡ് ട്രംപ് എത്ര പ്രാവശ്യം പറഞ്ഞത് അദ്ദേഹമാണ് ഇതിനകത്ത് ഇടപെട്ട് ചെയ്തത്. നമ്മളെന്തെങ്കിലും പറഞ്ഞോ? നമ്മുടെ ഫ്ലോർ ഓഫ് ദി ഹൗസിൽ പാർലമെന്റിൽ പറഞ്ഞു ഒരു രാഷ്ട്ര തലവനും ഒന്നും പറഞ്ഞിട്ടില്ല എന്ന്. എന്നിട്ട് പോലും നമ്മൾ ആ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയോ? ഇല്ല. എന്തുകൊണ്ടാണ് അത് അങ്ങനെയല്ല എന്ന് ട്രംപിനോട് പറയാനുള്ള ധൈര്യം കാട്ടാത്തത് എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. ഈ ദീപാവലി ആശംസ പറയാൻ വിളിച്ച ട്രംപ് പറയുന്നു ഞങ്ങൾ വാണിജ്യ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്, പക്ഷെ എണ്ണ വാങ്ങില്ല എന്ന ഒരു ഉറപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ആവർത്തിക്കുകയാണ്. അതിൽ പോലും ഒരു തിരുത്തെന്തുകൊണ്ടുണ്ടാകുന്നില്ല? ഒളിച്ചോടുകയല്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ തിരുത്താൻ ധൈര്യമില്ലാത്തത് കൊണ്ട് ഒളിച്ചോടുകയാണോ ഉണ്ടാകുന്നത്? അത് ഒരു കാര്യം മനസ്സിലാക്കുക. ഈ ഡിപ്ലോമസിയിലൊന്നും ധൈര്യം അല്ലെങ്കിൽ ഒരു എന്താ പറഞ്ഞ ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാം, അങ്ങനല്ല ഡിപ്ലോമസി നടക്കുക. അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നവർക്കൊക്കെ അറിയാം. ഈ ധൈര്യം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ രാഷ്ട്രീയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കാം. ഇപ്പൊ കോൺഗ്രസിന്റെ ഒരു വക്താവ് അദ്ദേഹം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡെഫിനറ്റ്ലി അവർക്ക് ചോദിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷെ ഇന്റർനാഷണൽ റിലേഷനെ സീരിയസ് ആയിട്ട് കാണുന്നവർ ഒരിക്കലും പ്രൈം മിനിസ്റ്റർ മോദിക്ക് ധൈര്യമില്ലാത്തതുകൊണ്ടാണോ? അങ്ങനെ അല്ല. അതൊരു ഡിപ്ലോമസിയാണ്. ആ ഡിപ്ലോമസിക്ക് പല രീതിയിലുള്ള ഡിപ്ലോമസി, പല ഷെയ്ഡ്സ് ഓഫ് ഡിപ്ലോമസി ഉണ്ട്. അതിനകത്ത് ചിലപ്പോൾ നേരിട്ട് പോയി കാണേണ്ടി വരുന്നു, നേരിട്ട് കാണും. ചിലപ്പോൾ ഇപ്പൊ നോക്കുന്നത് പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്ററെ കാണാൻ വേണ്ടി നമ്മൾ പ്രധാനമന്ത്രി അവിടെ ലാൻഡ് ചെയ്തു. എന്തായാലും ധൈര്യം ഒരു കാര്യമാണ് രാഷ്ട്രീയത്തിൽ എന്ന് താങ്കൾ ചോദിക്കുന്നു. 54 ഇഞ്ച് അളവ് പറഞ്ഞ് ധൈര്യവും
ഒക്കെ രാഷ്ട്രീയത്തിൽ ചർച്ചയാക്കിയത് ആര്, 54 ഇഞ്ച് നെഞ്ചിന്റെ ധൈര്യം പറഞ്ഞത് ആരാണ് എന്നതൊക്കെ നമുക്ക് കൺമുന്നിലുള്ളതാണല്ലോ. അപ്പോ അതൊക്കെ ആരാണ് ചർച്ചയാക്കിയത് എന്നുള്ളത് വ്യക്തവുമാണ്. ഓക്കെ, പ്രാഥമികമായി താങ്കളിൽ നിന്ന് അറിയേണ്ട വിവരങ്ങൾ ലഭിച്ചതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. രണ്ടാം ഘട്ടത്തിൽ താങ്കളിലേക്ക് എത്താം. എനിക്ക് ഒരു പോയിന്റ് കൂടെ പറയാനുണ്ട്. ഇത്രയും നമ്മൾ റെട്ടറിക്സ് മാത്രമല്ല, ഒരു ഫാക്ട് കൂടെ പറയാനുണ്ട്. നേരത്തെ പറഞ്ഞു, ഇപ്പൊ നമ്മുടെ ഓയിലിന്റെ കാര്യങ്ങൾ നമ്മൾ കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ നമ്മൾ കുറയ്ക്കാനുള്ള ഒരു റിപ്പോർട്ട്സ് വന്നു. നോക്ക്, ഇന്ന് ഞാൻ ഹിന്ദുവിൽ വന്ന ഒരു റിപ്പോർട്ടാണ്, അത് കെപ്ലർ ഡാറ്റ ബേസ് ചെയ്തിട്ടാണ്. ഇന്ത്യൻ റഷ്യൻ ഓയിൽ ഇമ്പോർട്ട്സ് ഇൻ ഒക്ടോബർ റിമെയിൻ റോബസ്റ്റ്. റീസെന്റ് റിമാർക്സ് ഓൺ ഇന്ത്യ ലുക്കിംഗ് ടു കട്ട് റഷ്യൻ ഓയിൽ വെർ ലൈക്ലി പ്രഷർ ടാക്ടിക്സ് ദാൻ എ റിഫ്ലക്ഷൻ ഓഫ് ഇമിനന്റ് പോളിസി ചേഞ്ച്. അപ്പൊ അവർ ഇതിനകത്ത് ഈ റിപ്പോർട്ടിനകത്ത് പറഞ്ഞേക്കുന്നത് വെച്ചാൽ ഈ ഒക്ടോബർ മാസത്തിൽ 18 ലക്ഷം ബാരൽ പെർ ഡേ നമ്മൾ അവിടുന്ന് റഷ്യയിൽ നിന്ന് വരുന്നുണ്ട്. അത് സെപ്റ്റംബർ മാസത്തെ കാട്ടി 2.5 ലാക്സ് ബാരൽ കൂടുതലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ കുറെ കാര്യങ്ങൾ ഡൊണാൾഡ് ട്രംപ് പറയുന്നതും ചെയ്യുന്നതൊന്നും അല്ല ആക്ച്വലി നടക്കുന്നത്. ഭാരതത്തിന്റെ താല്പര്യം എന്താണോ അത് സംരക്ഷിക്കാൻ വിദേശകാര്യ മന്ത്രാലയം സാഹചര്യങ്ങൾക്കനുസരിച്ച് വിപണി വിപുലമാക്കും എന്ന സൂചനകൾ നൽകിയിട്ടുണ്ട്. അത് അമേരിക്കൻ വിപണിയിൽ നിന്ന് കൂടി എണ്ണ വാങ്ങും എന്നതിന്റെ സൂചനകളായിരുന്നു. റോണി കെ ബേബി, ഞാൻ താങ്കളിലേക്ക് വരാം. അതിനു മുൻപ് ശ്രീ സജിമോൻ ആന്റണി, ട്രംപ് ആസിയാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പോകുന്നില്ല എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ എക്സിലൂടെ വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ, ട്രംപ് എത്തുമോ ഇല്ലയോ എന്നുള്ളതാണ്. അതിൽ ഒരു ഒഫീഷ്യൽ ഡിക്ലറേഷൻ ഇതുവരെ വന്നിട്ടില്ല. അമേരിക്കയിൽ നിന്ന് താങ്കൾക്ക് എന്താണ് മനസ്സിലാക്കുന്നത്? ട്രംപ് പുറപ്പെടുമോ കോലാലംപൂരിലേക്ക്? എന്റെ ആൻസർ ഡിഫെൻസ് ആണ്. സോ അതിന് മുമ്പ് പെട്ടെന്ന് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകേണ്ടത്, ഇവിടെ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്, നമ്മൾ എന്താണ് ഡിബേറ്റ് ചെയ്യുന്നത്. റീസൺ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തോന്നും ട്രംപ് ശരിയാണ്, ചിലപ്പോൾ നമുക്ക് തോന്നും പ്രൈം മിനിസ്റ്റർ മോദി ശരിയാണെന്നുള്ളത്. ബട്ട് വാട്ട് ഇസ് ദ റിയാലിറ്റി? റിയാലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ റൊമാൻസ് ഈസ് ഓവർ ആൻഡ് ദെൻ, അല്ലെങ്കിൽ ഹണിമൂൺ ഈസ് ഓവർ, റിയാലിറ്റി സെറ്റിനായി. 2003 അല്ല 2005 തൊട്ട് 2014 വരെ പ്രൈം മിനിസ്റ്റർ മോദിനെ അമേരിക്ക ബാൻ ചെയ്തിരുന്നു. അവിടെ നിന്ന് 2014 തൊട്ട് 2024 വരെ 10 തവണ US വിസിറ്റ് വന്നു. ആ 10 തവണ US വിസിറ്റിൽ വന്നതിന് ശേഷം വലിയൊരു റൊമാൻസ് നമ്മൾ പറയുമായിരുന്നു, മാധ്യമ ഭാഷയിൽ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ്. എന്തോ ഫെബ്രുവരി 15 വന്നിരുന്നു വൈറ്റ് ഹൗസിൽ. അതെ, അങ്ങനെ 10 തവണ ടോട്ടൽ വിസിറ്റ് നടത്തി ഇവിടെ. ഓക്കെ, അപ്പൊ അന്ന് നടന്ന പ്രോമിസുകൾ എന്തായിരുന്നു, എന്താണ് റിയാലിറ്റി നമ്മൾ പെട്ടെന്ന് ഫാക്ട് ചെക്ക് ചെയ്യുവാണെങ്കിൽ, ഒരു പ്രോമിസ് ഇതായിരുന്നു, ട്രേഡ് പോളിസിയുടെ റിയാലിറ്റി എന്താണ്? 45 ബില്യൺ ഡെഫിഷ്യന്റ് അമേരിക്കയ്ക്കുണ്ട്. ഡൊണാൾഡ് ട്രംപ് വാണ്ട് ടു ക്ലിയർ അപ്പ് ദ ഡെഫിഷ്യൻസി. അതാണ് റിയാലിറ്റി. അപ്പൊ അതിനുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രേഡ് കരാറുകളും അല്ലെങ്കിൽ കൗണ്ടർ ആർഗ്യുമെന്റും നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഒരു സൈഡ് നടക്കുന്നു. രണ്ടാമത്തെ വലിയൊരു പ്രോമിസ് എന്ന് പറഞ്ഞ ഇതായിരുന്നു, നമ്മുടെ H1B വിസ, L1 വിസ, മറ്റ് ഇമിഗ്രേഷന്റെ പോളിസികളൊക്കെ ഈസ് ഔട്ട് ചെയ്യും, US എംബസികൾ കൂടുതൽ തുറക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മേജർ ടോക്കിംഗ് പോയിന്റ് ആണ് അത്. കാരണം റിയാലിറ്റിയാണ്. കാരണം ഒത്തിരി ഇന്ത്യൻസ് അമേരിക്കയിൽ വന്ന് വർക്ക് ചെയ്യുന്നുണ്ട് ടെമ്പററി ആയിട്ട്, അല്ലെങ്കിൽ ഇമിഗ്രൻസ് ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു ഫാക്ടർ. അപ്പൊ ആ ഈസ് ഔട്ടിനകത്ത് എന്താണ് റിയാലിറ്റി സംഭവിച്ചെന്ന് ചോദിച്ചാൽ അതിന് ഓപ്പോസിറ്റ് ആണ് വന്നത്. എംബസി തുറന്നില്ലെന്നുള്ള എക്സാക്ട്ലി എനിക്കറിയില്ല. പക്ഷേങ്കിൽ പോളിസിയുടെ കാര്യത്തിൽ ഒരു യു ടേൺ ആണ് നമ്മൾ കണ്ടത്. ഇതെല്ലാം ടൈറ്റ് ആക്കുന്നത് കണ്ടു. ഇല്ലീഗൽ ഇമിഗ്രേഷനെ ഒപ്പം ലീഗൽ ഇമിഗ്രേഷൻ ടൈറ്റ് ആക്കുന്ന ഒരു പ്രതീതി കണ്ടു. എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? അത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അമേരിക്കയുടേതായ ചില ആവശ്യങ്ങളുണ്ട്. അത് നേടിയെടുക്കാൻ വേണ്ടി അദ്ദേഹം ആ രീതിയിൽ ആ പോളിസികൾ ചേഞ്ച് ചെയ്യുന്നു. അതോടൊപ്പം ഒരു പേഴ്സണൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് മുമ്പേ പറഞ്ഞ പോണക്ക് തന്നെ ഒരു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഒരു ഡെമോക്രാറ്റിക് രാജ്യത്തിന്റെ അധിപന് വേറൊരു ഡെമോക്രാറ്റിക് രാജ്യത്തിനകത്ത് ഇലക്ഷനകത്ത് പോയി ഡയറക്റ്റ്ലി ഇൻവോൾവ് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രതീതി കണ്ടു. അപ്പൊ ആ പറച്ചിൽ കേട്ട് നമുക്ക് തോന്നും 2014 മുമ്പ് ഇന്ത്യയും അമേരിക്കയുമായിട്ട് ഒരു ബന്ധവും ഇല്ലായിരുന്നു എന്ന് തോന്നും. പക്ഷെ എന്തായിരുന്നു റിയാലിറ്റിയിൽ 990 മുതൽ ഇന്ത്യയുടെ പോളിസികൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാമപ്പ് ചെയ്ത് 2000-ലും 2005-ലും 2010-ലും ഒക്കെ ഒരു നല്ലൊരു റിലേഷനിലേക്ക് വരുന്നുണ്ടായിരുന്നു. എക്സ്പെഷ്യലി ബിൻ ലാദനെ പാകിസ്ഥാനിൽ പോയി അടിച്ച് ആ ഒരു വന്നതിന് ശേഷം പാകിസ്ഥാൻ ഒരു വില്ലനായിട്ട് വരികയും ഇന്ത്യക്ക് ഒരു മുൻതൂക്കം ഉണ്ടായിരുന്നു എന്നുള്ളതിനകത്ത് ഒരു സംശയവുമില്ലായിരുന്നു. അപ്പൊ ഇതിനകത്തൊരു ഓവർ പ്രോമിസും ഓവർ കാര്യങ്ങളും ഒക്കെ വന്നു കഴിയുമ്പോൾ അതിപ്പം ബാക്ക് ഫെയർ ചെയ്തതാണ് നമുക്ക് കാണുന്നത്. ഇനി ചില സമയത്ത് ഇന്ത്യയിൽ നിന്നുള്ള സംസാരം കേട്ടാൽ തോന്നും ഇന്ത്യയുമായിട്ട് അല്ലെ അമേരിക്ക ഇന്ത്യയുമായിട്ട് സഹകരിച്ചില്ലെങ്കിൽ അമേരിക്ക പൊട്ടിപ്പൊളിഞ്ഞ് പാളിസായി പോകുമെന്ന് പറയും. പക്ഷെ അതെന്താണ് റിയാലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയുടെ ടോട്ടൽ ട്രേഡിന്റെ 17% വരുന്നത് അമേരിക്കയിലാണ്. എന്നാൽ അമേരിക്കയുടെ ടോട്ടൽ ട്രേഡ് എനിക്ക് തോന്നുന്നത് 6.7 ട്രില്യൺ ആണെങ്കിൽ അതിന്റെ 3% മാത്രമേ ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഏത് രാജ്യത്തെയാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഇന്ത്യയാണ് അമേരിക്കയിലെ ഈ ട്രേഡ് കാര്യങ്ങളിൽ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതോടൊപ്പം ഇതിലൂടെ പറഞ്ഞാൽ അത് ബാലൻസ് ആവത്തുള്ളൂ. കാരണം എന്താണ് ഓപ്പർച്യൂണിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ഇന്ത്യയിലെ പോപ്പുലേഷൻ 1.4 ബില്യൺ പോപ്പുലേഷനാണ്. അത് അമേരിക്കയ്ക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഒന്ന്. രണ്ടാമത്തേത്, ഇന്ത്യയും അമേരിക്കയും ഒരേപോലെ ഡെമോക്രസിയിൽ വിശ്വസിക്കുന്ന രാജ്യങ്ങളാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രാജ്യങ്ങളാണ്. അപ്പം പാകിസ്ഥാനെ പോലുള്ള വിഘടന ശക്തികളെ എതിർക്കാനായിട്ട് ഒരു ഉപകാരപ്പെടുക, അപ്പോൾ ഒരു ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു പോകണമെങ്കിൽ ഇതിനകത്തൊരു പെർമനന്റ് വിന്നറോ ലൂസറും ഇല്ല. എനിക്ക് തോന്നുന്ന പ്രൈം മിനിസ്റ്റർ മോദി ഇസ് ലൂസിംഗ് ദിസ് ഫൈറ്റ് ആൻഡ് ഒരു പരിധി വരെ ഡൊണാൾഡ് ട്രംപ് ഇസ് ഓൾസോ ലൂസിംഗ് ദിസ് ഫൈറ്റ്. എന്തുമാത്രം പെർസെന്റേജിലാണ് എന്നുള്ളത് എന്തുമാത്രം ഡിപ്പെൻഡ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരു രാജ്യങ്ങൾ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ കഴിഞ്ഞ തവണ ഈ വാറിന്റെ കാര്യം പറഞ്ഞു, റിപ്പീറ്റഡ്ലി ഡൊണാൾഡ് ട്രംപ് ഇവിടെയുള്ള പാർലമെന്റിലും മീഡിയയിലും എല്ലായിടത്തും പറയുന്നുണ്ട്, ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടിട്ടാണ് ഇന്ത്യയുടെ ഫൈറ്റ് നിർത്തിയത് എന്ന്. അത് പാകിസ്ഥാനും റെക്കോ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ അപ്പൊ ചോദ്യമുള്ളത് ഇതാണ്, എന്തുകൊണ്ട് പ്രൈം മിനിസ്റ്റർ മോദി ഓപ്പൺ ആയിട്ട് അതിനെ റിജക്ട് ചെയ്യുന്നില്ല? അപ്പൊ മേ ബി പ്രൈം മിനിസ്റ്റർ മോദിക്ക് അവരുടെ ഗട്ട്സ് വരുന്നില്ല ഡൊണാൾഡ് ട്രംപിനെ ഓപ്പൺ ആയിട്ട് എതിർക്കാനായിട്ട്, അല്ലെങ്കിൽ അതൊരു ഡിപ്ലോമാറ്റിക് പാർട്ടായിട്ട് അതിനെ സൈലന്റ് ആയിട്ട് കീപ്പ് ചെയ്യാണ്ട്, സോ ദാറ്റ് ഒരു ഫ്യൂച്ചർ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു ഡിപ്പിലാണ് കിടക്കുന്നത്. റൊമാൻസ് ട്രംപിന്റെ വരവുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ ആയിട്ടുള്ള അറിയിപ്പുകളൊന്നുമില്ല അല്ലേ? ഇല്ല, കാരണം ഇവിടെയും സിറ്റുവേഷൻ ഫ്ലൂയിഡ് ആണ്, ടു ബി വെരി ഓണസ്റ്റ് വിത്ത് യു. കാരണം ട്രംപിന്റെ അജണ്ടയിൽ മോദിയെ കാണുന്നത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇസ്രായേലിലും ഹമാസുമായിട്ടുള്ള ഫൈറ്റും അതിന്റെ പീസ് ട്രീറ്റിയും അതിനകത്തുള്ള പ്രശ്നങ്ങളും അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. തായ്ലൻഡ് കംബോഡിയ പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്നു. ഈ ഉച്ചകോടിക്കിടെ അതിന്റെ ചർച്ചകൾ പുനരാരംഭിക്കുമെന്നതൊക്കെ കേട്ടിരുന്നു. എന്തായാലും വരുമോ ഇല്ല എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നതാണ് അതിനകത്ത് ഒരു കാര്യം പറയാനുള്ള ആഡ് ചെയ്യാനുള്ളത്, റഷ്യ യുക്രൈൻ ഫൈറ്റും ട്രംപിന് വളരെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. കാരണം ഇവിടെ തെരഞ്ഞെടുപ്പ് 24 മണിക്കൂറിനകം അത് ക്ലിയർ ആക്കുമെന്ന് പറഞ്ഞ് ട്രംപിന് ഇപ്പൊ 8 മാസം കഴിഞ്ഞിട്ടും തന്നെ ഒരു ഉത്തരമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ഫ്ലക്ച്വേറ്റഡ് ആണ് ആ ഒരു സബ്ജക്റ്റിൽ. അതുകൊണ്ട് തന്നെ ആ ഒരു സബ്ജക്റ്റുമായിട്ടാണ് പ്രൈം മിനിസ്റ്റർ മോദിയുമായിട്ട് ഇറിറ്റേഷൻ വന്നതും, റഷ്യയുടെ എണ്ണ വാങ്ങിക്കരുത് എന്ന് പറഞ്ഞ്. കാരണം ഇന്നലെ ഇവിടെ ഒരു വലിയൊരു അനൗൺസ്മെന്റ് നടന്നു, അമേരിക്കൻ കമ്പനികൾ അല്ലെങ്കിൽ റഷ്യയിലെ ഏറ്റവും വലിയ എണ്ണ ഉത്പാദിപ്പിക്കുന്ന 2 കമ്പനികളെ ബാൻ ചെയ്യാനായിട്ടുള്ള ഒരു സാങ്ഷൻ ഇതു. അത് കഴിഞ്ഞ 8 മാസമായിട്ട് അങ്ങനെ ഒരു മൂവിലേക്ക് ഡൊണാൾഡ് ട്രംപ് വന്നില്ലായിരുന്നു. എന്നാൽ ഇന്ത്യ ചെയ്തില്ലെങ്കിൽ എന്നാൽ ഇവിടുന്ന് ഡയറക്റ്റ് ആക്ഷൻ എടുക്കാം എന്നുള്ള ഒരു രീതിയിൽ പോകുകയാണ്. കാരണം അദ്ദേഹത്തിന് ആ പ്രഖ്യാപനവും വന്നു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും റഷ്യ അതിന് മറുപടി നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകും. ആഗോളതലത്തിലും അത് സാമ്പത്തിക രംഗത്ത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ദേശീയ താൽപര്യം റഷ്യ അടിയറവ് വെക്കില്ല എന്നതും റഷ്യയുടെ വിദേശകാര്യ വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ റോണി കെ ബേബി, നോക്കൂ, ഇവിടെ ഇപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പുടിനുമായി ചർച്ച നടക്കും എന്ന കാര്യം സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ അത് നടക്കുന്നില്ല. എനിക്ക് സമയം കളയാനില്ല എന്ന് പറഞ്ഞ ട്രംപ് ഞാൻ കൂടിക്കാഴ്ചയ്ക്കില്ല എന്ന് പറയുകയായിരുന്നു. പക്ഷേ ആ കൂടിക്കാഴ്ച വേണ്ടെന്ന് വെച്ചത് പുടിൻ ആണ് എന്നതാണ് റഷ്യൻ മാധ്യമങ്ങൾ പറയുന്നത്. അപ്പോൾ ഒരു തരത്തിലും സ്ഥിരത പുലർത്താത്ത വ്യക്തിയാണ്. അടുത്തുകൂടി പോയാൽ ഞാൻ വേറെ കാര്യങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ അവർ പറഞ്ഞു എന്ന് പറഞ്ഞു വരുത്തുന്ന മനുഷ്യനാണ്. ഓപ്പറേഷൻ സിന്ധുവിൻ്റെ കാര്യത്തിലും എണ്ണയുടെ കാര്യത്തിലുമൊക്കെ ട്രംപ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അനാവശ്യ കൂടിക്കാഴ്ച പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന സാഹചര്യം വേണ്ട എന്ന് വെച്ചാൽ അതൊരു നയതന്ത്ര ശൈലിയായി കണ്ടുകൂടെ? അതിനപ്പുറം കടന്ന് കോൺഗ്രസ് മോദിയെ ആക്രമിക്കുന്നത് എന്തിനാണ്? ഇന്ത്യയെ ചവിട്ടിത്താഴ്ത്തുന്ന ഡൊണാൾഡ് ട്രംപിന്റെ കാലുകൾക്ക് മുമ്പിൽ ശിരസ് നമിച്ചു നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. ഇപ്പോൾ ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത്? ട്രംപ് പറയുന്നതാണോ മോദി പറയുന്നതാണോ? പക്ഷേ ഓരോ സംഭവങ്ങളും കാണിക്കുന്നത് ശ്രീ നരേന്ദ്രമോദി പറയുന്നത് എല്ലാം പച്ചക്കള്ളമാണ്. അദ്ദേഹം ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ് എന്നുള്ളത്. ഞാൻ ഇന്ന് തന്നെ റിലയൻസ് ഇന്ത്യ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് RIL ഏറ്റവും അധികം റഷ്യയിൽ നിന്നും ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യയിലെ സ്വകാര്യ കമ്പനിയായ റിലയൻസ് ഇന്ത്യ ലിമിറ്റഡിന്റെ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ അവരുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വരികയുണ്ടായി. ഞാനത് വായിക്കാം. 9 മണിക്കൂറുകൾക്ക് മുമ്പാണ് വന്നത്. അത് പറയുന്നത്, റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് റീകാലിബ്രേറ്റിംഗ് റഷ്യൻ ഓയിൽ ഇമ്പോർട്ട്സ് ടു അലൈൻ വിത്ത് ഇന്ത്യ ഗവൺമെന്റ്സ് ഗൈഡ് ലൈൻസ്. ഇന്ന് റിലയൻസിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുക, റിലയൻസിന്റെ ഔദ്യോഗിക വക്താവ് അത് പറഞ്ഞിരിക്കുന്നത് എന്താ? റീകാലിബ്രേറ്റിംഗ് എന്ന വാക്കിലെടുത്തത് ഞങ്ങൾ പുനഃപരിശോധിക്കുകയാണ്. എന്ത്? റഷ്യയിൽ നിന്നുമുള്ള എണ്ണ ഇറക്കുമതി റിലയൻസ് എന്ന് പറയുന്ന കമ്പനി ഞങ്ങൾ പുനഃപരിശോധിക്കുകയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഇന്ത്യ ഗവൺമെന്റിന്റെ ഗൈഡ് ലൈൻസിന്റെ അടിസ്ഥാനത്തിൽ. എന്താ? 4 ദിവസം മുമ്പ് ആദ്യം പറഞ്ഞു ദീപാവലി ആശംസ അറിയിക്കാൻ വേണ്ടി ട്രംപിനെ വിളിച്ചു. ഞാൻ ഇതിൽ ഒരൊറ്റ കാര്യം ആഡ് ചെയ്തോട്ടെ ശ്രീ റോണി കെ ബേബി. ട്രംപ് ആദ്യം റഷ്യയിൽ നിന്ന് വാങ്ങുമ്പോൾ വലിയ സബ്സിഡി ഇന്ത്യക്ക് ലഭിച്ചിരുന്നു. പക്ഷേ അത്രയും സബ്സിഡി ഇപ്പോൾ റഷ്യൻ എണ്ണ വാങ്ങുമ്പോൾ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ മെച്ചം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുമ്പോൾ ഇല്ല എന്ന ഒരു ഫാക്ട് കൂടി അക്കാര്യത്തിലുണ്ട്. അതുകൊണ്ട് ഇന്ത്യക്ക് ആദായകരമായ മറ്റ് സാഹചര്യങ്ങൾ തേടുന്നതിൽ തെറ്റില്ല. അതാണ് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞത്. അങ്ങനെ ഒരു സാഹചര്യം അന്താരാഷ്ട്ര വിപണിയിൽ ഉണ്ട് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. താങ്കൾ തുടർന്നോളൂ. ഇന്നും
വിവിധ എണ്ണ ഉൽപാദക രാജ്യങ്ങൾ ഒപ്പക് ഉൾപ്പെടെയുള്ള അമേരിക്ക ഉൾപ്പെടെയുള്ള റഷ്യ ഉൾപ്പെടെയുള്ള വിവിധ എണ്ണ ഉൽപാദക രാജ്യങ്ങൾ അവർ ക്രൂഡ് ഓയിലിന് ചുമത്തുന്ന റേറ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഇന്നും നമുക്ക് പെട്രോളിയം കിട്ടാവുന്നത് റഷ്യയിൽ നിന്നാണ്. പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് റഷ്യയിൽ നിന്നും ഇപ്പോൾ നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന എണ്ണയില് അളവിൽ കുറവ് വരികയാണ്? ഇപ്പോൾ ബഹുമാനപ്പെട്ട BJP വക്താവ് കേണൽ ഡിന്നി അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ചില കണക്കുകൾ പറഞ്ഞു, റഷ്യയിൽ നിന്നുമുള്ള നമ്മുടെ ഇമ്പോർട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ കയ്യിലുള്ള കണക്ക് വെച്ച് ഞാൻ പറയാം. ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ നമ്മൾ 40% റഷ്യയിൽ നിന്ന് നമ്മൾ ഈ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. കൃത്യം പറഞ്ഞാൽ 17.5 ലക്ഷം 17.5 lakhs ബാരൽ ക്രൂഡ് ഓയിൽ ആയിരുന്നു. പക്ഷെ കഴിഞ്ഞ മാസം അതിന്റെ അകത്ത് 6% ഇടിവുണ്ടായി. 34% നമ്മുടെ ഇടിവുണ്ടായത്. കറസ്പോണ്ടിങ് അതിന് തൊട്ടുമായി അമേരിക്കയിൽ നിന്നുള്ള ഇമ്പോർട്ടിൽ 6% കൂടി. റഷ്യയിൽ നിന്നും 6% ഇമ്പോർട്ട് കുറഞ്ഞപ്പോൾ അമേരിക്കയിൽ നിന്നുള്ള ഇമ്പോർട്ട് 6% കൂടി. ഇപ്പോൾ അതിനർത്ഥം എന്താ? ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അമേരിക്കയിൽ നിന്നുള്ള റേറ്റും റഷ്യയിൽ നിന്നുള്ള റേറ്റും നോക്കിക്കഴിഞ്ഞാൽ വലിയ വ്യത്യാസം. ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് റഷ്യൻ വിപണി ഉപേക്ഷിച്ചിട്ട് അമേരിക്കയിൽ നിന്നും വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചത്? എവിടെയാണ് ദീപാവലി ദിവസം ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ഒരു തവണയല്ല 5 തവണ പറഞ്ഞു പ്രധാനമന്ത്രിയുമായി ദീപാവലി ആശംസകൾ അറിയിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ പ്രധാനമന്ത്രി ഉറപ്പ് നൽകി റഷ്യയിൽ നിന്നുമുള്ള എണ്ണ വാങ്ങൽ ഞങ്ങൾ കുറച്ചും കൊണ്ടുവരും, ഞങ്ങൾ കുറയ്ക്കും. വിദേശകാര്യ മന്ത്രാലയം എന്താ പറഞ്ഞത്? അങ്ങനെ ഒരു ഫോൺ കോൾ പോലും നടന്നിട്ടില്ലെന്നാ പറയുന്നത്. പ്രധാനമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. വിദേശകാര്യ മന്ത്രാലയം അത്രേ പറഞ്ഞു, ഇങ്ങനെ ഒരു ദീപാവലി ആശംസകളും ഉണ്ടായിട്ടില്ല, ആശംസകൾ അറിയിച്ചിട്ടില്ല. പക്ഷെ ദീപാവലി കഴിഞ്ഞ് ഇന്ന് 4 ദിവസം പിന്നിടുമ്പോൾ ഇന്ന് കൃത്യമായി റിലയൻസ് ഇൻഡസ്ട്രീസ് പരിശോധിക്കാം. അങ്ങനെ ഒരു കോൾ ഉണ്ടായി എന്നും ആ സൗഹൃദത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മോദിയുടെ തന്നെ ട്വീറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഒഫീഷ്യൽ സ്പോക്സ്മാൻ പറഞ്ഞ എന്താ, അങ്ങനെ ഒരു ഫോൺ കോൾ പോലും ഉണ്ടായിരുന്നു. ആര് പറയുന്നത് വിശ്വസിക്കുന്നത്? കാരണം ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം, ഇന്ത്യ 146 കോടി ജനങ്ങളുടെ ഈ രാജ്യത്തെ പ്രധാനമന്ത്രി വിളിച്ചു എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ അത് തന്നെ വിശ്വസിക്കേണ്ടി വരും. അല്ല, അങ്ങനെയെങ്കിൽ ഈ ട്രംപ് പറഞ്ഞ കാര്യങ്ങളാണ് നടപ്പാക്കിക്കൊണ്ടിരുന്നത്. ട്രംപ് പറഞ്ഞു, ഇന്ത്യ ഉറപ്പ് നൽകി ഞങ്ങൾ ഈ പറയുന്ന റഷ്യയിൽ നിന്നുമുള്ള ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് കുറയ്ക്കും. അതാണല്ലോ ഇന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്. അവരുടെ ഔദ്യോഗിക വക്താവിന്റെ തന്നെ സ്റ്റേറ്റ്മെന്റ് ആണ്. അന്ന് പരിശോധിക്കുക, അവരുടെ ട്വിറ്റർ പരിശോധിക്കുക. ശ്രീ റോണി കെ ബേബി, ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട് വിപണിയിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഏറ്റവും ഉപകാരപ്പെടുന്ന ഇടങ്ങളിൽ നിന്ന് അത് ഇവിടുത്തെ ഉപഭോക്താക്കളുടെ താല്പര്യം കൂടി സംരക്ഷിച്ചുകൊണ്ടുള്ള വിപണിയാണ് ഇന്ത്യ പ്രിഫർ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ വിപണി സാഹചര്യങ്ങൾക്കനുസരിച്ച് ആ തീരുമാനങ്ങൾ മാറാം. മറ്റൊന്ന്, ഈ ഇന്ത്യ അമേരിക്ക വാണിജ്യ കരാർ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ചൈനയെ പോലെയോ റഷ്യയെ പോലെയോ ലിവറേജ് ഉള്ള ഒരു രാജ്യമല്ല ഇന്ത്യ. ഇന്ത്യക്ക് അതുപോലെ അമേരിക്കയോട് ഫൈറ്റ് ചെയ്യുക സാധ്യമല്ല സ്വന്തം നിലയിൽ. അപ്പോൾ ചില വിട്ടുവീഴ്ചകൾ ഇന്ത്യക്ക് വേണ്ടിവരും. മുൻകാലങ്ങളിൽ നമ്മൾ അത് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും നമ്മൾ അത് ചെയ്യേണ്ടി വരും. കാരണം ഇന്ത്യ അമേരിക്ക വാണിജ്യ കരാർ ഇന്ത്യയെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് താങ്കൾക്ക് മനസ്സിലാകാത്തതല്ലോ? നമ്മൾ വളരെ സത്യസന്ധമായി ചർച്ച ചെയ്യുമ്പോൾ ഈ പറയുന്ന വാദങ്ങളൊക്കെ വളരെ യാഥാർത്ഥ്യബോധമുള്ളവയാണ്, അവയാണ് യഥാർത്ഥത്തിലുള്ളതും. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി, BJP അല്ലെങ്കിൽ അവരെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾ, അവരുടെ വക്താക്കളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന അങ്ങനെയായിരുന്നില്ലല്ലോ. ഒരിക്കലും അമേരിക്കയുടെ മുമ്പിൽ മുട്ടുമുടക്കാത്ത പ്രധാനമന്ത്രി, അമേരിക്കയെ പോലും വെല്ലുവിളിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി. പക്ഷേ ഇപ്പോൾ ഓരോ തവണ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഇവിടെ പ്രധാനമന്ത്രി വിദേശ രാജ്യങ്ങളിൽ പോകുവാനും മറ്റു ലോക നേതാക്കളെ കാണുവാനും അവരെ കെട്ടിപ്പിടിക്കുവാനും അവരോടൊപ്പം സെൽഫി എടുക്കുവാനും ഒക്കെ ആലിംഗനം ചെയ്യുവാനും ഒക്കെയുള്ള ഒരവസരവും പാഴാക്കാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ശ്രീ റോണി കെ ബേബി, ഞാൻ ഒരു സിമ്പിൾ ഉദാഹരണം താങ്കളോട് ചോദിക്കട്ടെ. താങ്കളെ കുറിച്ച് അപവാദം പറഞ്ഞു നടക്കുന്ന അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്ന ഒരു വ്യക്തി, അയാൾ ഒരു ചടങ്ങിലേക്ക് താങ്കളെ ക്ഷണിച്ചാൽ താങ്കൾ അവിടെ പോവുകയാണോ ചെയ്യുക, പോകാതിരിക്കുകയാണോ ചെയ്യുക, അതോ ഉച്ചത്തിൽ അയാളോട് തെറി വിളിച്ച് ഏറ്റുമുട്ടാനാണോ തീരുമാനിക്കുക? എന്തായിരിക്കും താങ്കളുടെ ചോയ്സ്? ഇവിടെ ഇപ്പോൾ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്, ഇന്ത്യ ഈ നമ്മുടെ ഏഷ്യ ഭൂഖണ്ഡത്തിലെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലെ രാജ്യങ്ങളെല്ലാം ചേർന്ന് ഇന്ത്യക്ക് വളരെ ശക്തമായ സാമ്പത്തിക ബന്ധങ്ങളുണ്ട്, നമുക്ക് വളരെ ശക്തമായിട്ടുള്ള വ്യാപാര വാണിജ്യ ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മനഃപൂർവ്വം അവിടെ പോകാതിരിക്കുമ്പോൾ ഇതുകൊണ്ട് മനസ്സിലാക്കുന്ന ട്രംപിനെ പേടിച്ചുകൊണ്ട് ട്രംപിന് മുഖം കൊടുക്കാൻ തയ്യാറാകാതെ, അത് തന്നെയാണല്ലോ ഇവിടെ പറഞ്ഞ. ഞാൻ ചോദിച്ചതിന് താങ്കൾ ഉത്തരം പറഞ്ഞില്ല. ഞാൻ താങ്കളോട് വ്യക്തിപരമായി ഒരു തീരുമാനം താങ്കൾ എന്തെടുക്കുമെന്ന് ചോദിച്ചിരുന്നു, അതിന് മറുപടി ഉണ്ടോ? കൃത്യമായി പറയാം. ഒരാൾ നടത്തുന്ന വ്യക്തിപരമായ ചടങ്ങിൽ അയാൾ എന്നെ കുറിച്ച് അപവാദ പ്രചരണം നടത്തുകയാണെങ്കിൽ ഞാൻ അതിനകത്ത് പറ്റിക്കില്ല. പക്ഷെ ഇത് ട്രംപ് നടത്തുന്ന വ്യക്തിപരമായ ചടങ്ങല്ല. ഒരാൾ എന്നെ കുറിച്ച് വളരെ അപവാദം പ്രചരിപ്പിക്കുന്നു, അയാളുടെ വീട്ടിൽ കല്യാണം നടക്കുന്നു അല്ലെങ്കിൽ അവസരം നടക്കുന്നു, എനിക്ക് പോകാതിരിക്കാം. പക്ഷെ ഇവിടെ നടക്കുന്ന ആസിയാൻ എന്ന് പറയുന്നത് ട്രംപിന്റെ
സ്വകാര്യ ചടങ്ങല്ല, വ്യക്തിപരമായ ചടങ്ങല്ല. എന്ന് പറയുന്ന സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് എല്ലാവരും കൂടി. അതുപോലെ തന്നെ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, ആ കെയ്റോയിൽ നടന്ന ഗാസയുമായി ബന്ധപ്പെട്ട ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വരുന്ന ഏക പ്രധാനമന്ത്രി, ഏക രാഷ്ട്രത്തലവൻ എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. കാരണം എന്താ? മോദിക്ക് ട്രംപിനെ അഭിമുഖീകരിക്കാനായിട്ട് ഭയമാണ്. മോദിക്ക് ട്രംപിനെ പേടിയാണ്. അതാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ മുഖത്ത് നോക്കാൻ ഇപ്പോൾ എത്രയോ അബോധപുത്രങ്ങൾ വന്നു. എന്റെ പേരിൽ ഒരു വ്യക്തിപരമായ ഏറ്റുമുട്ടൽ എന്നത് അമേരിക്കയുമായി സാധ്യമാകുമോ? അങ്ങനെ ഒരു വേദിയിൽ, ഒരു ചർച്ചയിൽ പരസ്യമായി മറുപടി പറയേണ്ടുന്ന സാഹചര്യം ഉണ്ടായാൽ ഇന്ത്യയെ സംബന്ധിച്ച് അത് നല്ലതാണോ? ഏത് നയതന്ത്രമാണ് ഇതിൽ ഏറ്റവും സ്വീകാര്യമായി ഉള്ളത് എന്നതാണ് നമുക്ക് അറിയേണ്ടത്. ഡോക്ടർ മോഹൻ വർഗീസ്, ഞാൻ താങ്കളിലേക്ക് വരാൻ വൈകിയതിൽ ക്ഷമിക്കുക. പക്ഷേ ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും ചർച്ചയിലേക്ക്. ഡോക്ടർ മോഹൻ വർഗീസ്, പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറിനൊഴികെ ആർക്കെങ്കിലും ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ നല്ല അഭിപ്രായം ഉണ്ടാകുമോ എന്നറിയില്ല. പുടിൻ കഴിഞ്ഞ ദിവസം ട്രംപിനെ കാണേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. സെലൻസ്കി എപ്പോൾ ചെന്നാലും അപമാനിച്ചിറക്കി വിടും. ട്രംപിന്റെ കാര്യത്തിൽ മോദിയുടെ നയതന്ത്രം നല്ലതിനാണോ, ഇന്ത്യൻ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതാണോ? രണ്ട് നേതാക്കൾ, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തിപരമായി ഉള്ള സൗഹൃദങ്ങൾക്ക് ഉപരിയായി അതത് രാജ്യങ്ങളുടെ താല്പര്യങ്ങളെ പ്രതിനിധീകരിക്കേണ്ടതാണ്. അതുകൊണ്ട് നയതന്ത്രത്തിൻ്റെ ഭാഷയിൽ യഥാർത്ഥത്തിൽ പേടി, സങ്കോചം അങ്ങനെയൊന്നുമില്ല. സ്ട്രാറ്റജി എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് മോദി നിരന്തരം ഡൊണാൾഡ് ട്രംപുമായുള്ള അഭിമുഖം അല്ലെങ്കിൽ നേരിട്ടുള്ള സമാഗമം ഒഴിവാക്കുന്നു? പല ചോദ്യങ്ങളാണ്. 3 ഓപ്പർച്യൂണിറ്റിയെങ്കിലും ഉണ്ടായിരുന്നു. ഒന്ന്, ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലി മീറ്റിംഗ് ന്യൂയോർക്കിൽ വെച്ച് കൂടിയപ്പോൾ ഓഗസ്റ്റിൽ ഇന്ത്യ അയച്ചത് വിദേശകാര്യമന്ത്രിയാണ്. അപ്പം മോദിക്ക് പോകാമായിരുന്നു. പോയാൽ സ്വാഭാവികമായി അമേരിക്കൻ മണ്ണിലായതുകൊണ്ട് ഇൻഡയറക്റ്റായിട്ടെങ്കിലും ട്രംപിൻ്റെ ആതിഥ്യം സ്വീകരിക്കേണ്ടി വരും. ഒന്ന്, ഒരു നേരിട്ടുള്ള സൈഡ് ലൈനിൽ സാധാരണ രാജ്യ നേതാക്കൾ ഒരുമിച്ച് കാണാറുണ്ട്. അത് ഒഴിവാക്കേണ്ടതുണ്ട് എന്ന് ഭാരതം ആഗ്രഹിച്ചതുകൊണ്ടാവണമല്ലോ മോദി ആ യാത്രയിൽ നിന്നും ഒഴിവായി നിന്നത്. 2, ഈ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് ഈ ഈജിപ്തിലെ ഷർം അൽ ഷെയ്ഖിൽ വെച്ച് നടന്നത്. ഈ ഗാസ വിഷയത്തിൽ ഒരു അന്തിമ സമാധാന കരാർ സ്ഥിരീകരിക്കുന്ന വേളയിൽ അവിടെ സന്നിഹിതരായിരിക്കാൻ ലോക നേതാക്കൾ ആഗ്രഹിക്കും. പക്ഷേ ഇന്ത്യ അയച്ചത് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഓഫ് ഫോറിൻ അഫയേഴ്സ് മാത്രമാണ്. അതുകൊണ്ട് ഇന്ത്യക്ക് അവിടെ കാര്യമായ പങ്കാളിത്തമില്ല എന്ന് തോന്നുകയാണ്. അത് മാത്രമല്ല, അതിൻ്റെ സൈഡ് ലൈനിലും അവഗണിക്കപ്പെടാൻ തയ്യാറാവാത്ത, അല്ലെങ്കിൽ ഇന്ത്യ കാര്യമായി ഒന്നും ചെയ്യാനില്ല ആ ഒരു പ്രക്രിയയിൽ എന്ന ബോധ്യമാവാം ഒരു പക്ഷേ. മൂന്നാമത്, ഇപ്പോഴിതാ ക്വാലാലംപൂരിൽ വെച്ച്, മലേഷ്യൻ തലസ്ഥാനമായ ക്വാലാലംപൂരിൽ വെച്ച് നടക്കുന്ന 26, 27, 28 ഒക്ടോബർ മാസം നടക്കേണ്ട മീറ്റിങ്ങിൽ ഡൊണാൾഡ് ട്രംപ് വരുമെന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ. 26-ാം തീയതി അദ്ദേഹം ക്വാലാലംപൂരിൽ വരും. അപ്പം ഇതിൻ്റെ ഡയലോഗ് പാർട്ട്നേഴ്സാണ് അമേരിക്കയും ചൈനയും ജപ്പാനും ഇന്ത്യയും എല്ലാം തന്നെ ആസിയാൻ ഡയലോഗ് പാർട്ട്നേഴ്സാണ്. അപ്പോൾ ഈ നേതാക്കൾക്ക് ഒത്തുകൂടാനുള്ളൊരു വേദിയാണ് ആസിയാൻ സമ്മിറ്റ്. അപ്പോൾ അവിടെ ചൈനയുടെ പ്രസിഡന്റ് വരാൻ സാധ്യതയുണ്ട്, ജപ്പാൻ്റെ പുതിയ വനിതാ പ്രധാനമന്ത്രി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ വരേണ്ട ഒരാളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രത്യേകിച്ച് ഇന്ത്യ ആസിയാൻ ബന്ധങ്ങൾ വളരെ നിർണായകമാണ്. സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ അതീവ നിർണായകമാണ്. ആ ഒരു സമാഗമത്തിൽ നിന്നും ട്രംപിനെ കാണേണ്ടത് കൊണ്ടാണോ, കാണേണ്ടി വരും എന്ന സങ്കോചം കണ്ടാണോ, അതോ മറ്റു ചില കാരണങ്ങളാലാണോ? ഇപ്പം ചൂണ്ടിക്കാണിച്ച കാരണങ്ങൾ സാമാന്യം ഫ്ലിംസി തന്നെയാണ്. കാരണം ദീപാവലി സമയത്ത് പ്രധാനമന്ത്രിക്ക് രാജ്യത്ത്, ദീപാവലി കഴിഞ്ഞു, ഇനിയിപ്പോൾ ബീഹാറിലെ ഛാട്ട് പൂജയാണ്. ബീഹാറിൽ ഇലക്ഷൻ നടക്കേണ്ടതുണ്ട്. വളരെ വൈകാരികമായ ഒരു ഫെസ്റ്റിവൽ. നാളെ മോദി ബീഹാറിലേക്ക് പോവുകയാണ്. നാളെ അദ്ദേഹം 24-ാം തീയതി ബീഹാറിലേക്ക് പോവുകയുമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു സീരീസ് ഓഫ് റാലീസ് അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി സംസാരിക്കും. അപ്പോൾ എന്തുകൊണ്ട് പോകുന്നില്ല? അപ്പോൾ അവിടെയാണ് ചോദ്യം, പ്രതിപക്ഷമൊക്കെ ഉയർത്തുന്ന ചോദ്യം. ട്രംപിനെ കാണുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുട്ടിടിക്കുമോ? ചോദ്യം ഇവിടെ പേടിയോ ഭയമോ ആശങ്കകളോ ഒന്നുമല്ല. ഇതൊരു സ്ട്രാറ്റജിയാണ്. ഒരു നേതാവിനെ കാണുക എന്നതും കാണാതിരിക്കുക എന്നതും സ്ട്രാറ്റജിയാണ്. കാണാൻ അവസരം ഉണ്ടായിരിക്കെ തന്നെ കാണേണ്ട ആവശ്യം ഇല്ല എന്ന് തീരുമാനിച്ച് മാറി നിൽക്കുന്നതും ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണ്. ഞാനിതിനെ ഒരു നയതന്ത്രം എന്നതല്ല, നയതന്ത്രത്തിനുള്ളിലെ ഒരു അതീവ ഷാർപ്പായ ഒരു സ്ട്രാറ്റജി ഇവിടെ പറഞ്ഞു കേട്ടത്. ഇടയ്ക്ക് വെച്ച് മോദിയെ ഫോണിൽ ബന്ധപ്പെടാൻ ട്രംപ് ശ്രമിച്ചപ്പോൾ 4-5 തവണ അതിനുള്ള അവസരം നിഷേധിച്ചു എന്നും വാർത്തകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. 4-5 തവണ ഡൊണാൾഡ് ട്രംപ് ഇങ്ങോട്ട് മോദിയെ വിളിച്ചപ്പോൾ മോദി അത് പിക്കപ്പ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ മന്ത്രാലയം ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാനുള്ള
ഒരു 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 താല്പര്യം കാട്ടിയില്ല എന്നതുണ്ട്. അതേസമയം ദീപാവലി ദിനത്തിൽ ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ വിളിച്ച് അമേരിക്കൻ പ്രസിഡന്റിന്റെ ആശംസ ഇന്ത്യൻ ജനങ്ങൾക്ക് നൽകി എന്ന് പറയുമ്പോൾ അത് അവിശ്വസിക്കേണ്ട കാര്യമില്ല. അവിടെ മോദി തന്നെ ട്വീറ്റ് ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ 2 കാര്യങ്ങൾ പ്രത്യേകമായി പറയുന്നു. ഇത് നയതന്ത്രത്തിൻ്റെ ഷാർപ്പ് കാര്യങ്ങളാണ്. ഒന്ന്, ജനാധിപത്യ ഭാരതം, അതായത് ഈ ലൈറ്റ് ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് അല്ലെ, വെളിച്ചത്തിൻ്റെ ഉത്സവമായ ദീപാവലി സമയത്ത് ജനാധിപത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതവും ജനാധിപത്യ ക്രെഡൻഷ്യൽസ് ഉള്ള അതിവിശാലമായ രാജ്യമായ അമേരിക്കയും യോജിച്ച് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയും, അതേപോലെ തന്നെ ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇൻഡോ അമേരിക്കൻ സൗഹൃദത്തിൻ്റെ പ്രാധാന്യവും ഒറ്റ വരി മറുപടിയിൽ ഉൾക്കൊള്ളിച്ചു എന്ന് പറയുമ്പോൾ ഒരു പാലം അവിടെയുണ്ട്. പക്ഷെ അതേസമയം നേരിട്ട് മുഖാമുഖം കണ്ടു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ സംസാരിക്കുന്നത് എന്താണ്, നരേന്ദ്രമോദി സംസാരിച്ചതായി ഡൊണാൾഡ് ട്രംപാണ് പറയുന്നത്. ഇതുവരെ നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് അമേരിക്കൻ ഇടപെടലിനെ കുറിച്ചോ അല്ല എങ്കിൽ റഷ്യയുമായുള്ള ഇന്ത്യയുടെ ഓയിൽ ട്രേഡിനെ കുറിച്ചോ കമാന്നൊരക്ഷരം പ്രധാനമന്ത്രിയുടെ മന്ത്രാലയമോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ടിട്ടില്ല. 4 പ്രാവശ്യമാണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഡൊണാൾഡ് ട്രംപ് 4 പ്രാവശ്യമാണ് പറഞ്ഞത് ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ കച്ചവടം, എണ്ണ വാങ്ങൽ കുറച്ചു കൊണ്ടുവരും, മോദി എനിക്ക് ചില ഉറപ്പുകൾ നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ രീതിയിലാണ് ഞങ്ങൾ തമ്മിലുള്ള സംസാരം. ആ വിഷയം സംസാരിച്ചു. ദീപാവലി ആശംസിക്കാൻ വിളിച്ചപ്പോൾ ട്രേഡ് വിഷയം സംസാരിച്ചു എന്നാണ് ക്ലെയിം ചെയ്തിരിക്കുന്നത്. അതിന് മറുപടി ഒന്നും തന്നെ ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് അതിന് സ്ഥിരീകരണമില്ല. അതും ഒരു തന്ത്രമാകും. ഒരു പക്ഷേ സംസാരിച്ചിട്ടുണ്ടാകാം, സംസാരിച്ചില്ല എന്ന് പറയാൻ നമ്മൾ ആളല്ല, പക്ഷേ സംസാരിച്ചിട്ടുണ്ടാകാം. പക്ഷേ അത് പറയേണ്ട ആവശ്യമില്ല. ഒരു വശത്ത് അമേരിക്കൻ പ്രസിഡന്റ് എല്ലാ കാര്യവും വെട്ടി വിളിച്ചങ്ങ് പറയുകയാണ്, മറുപക്ഷത്തെ സ്ട്രാറ്റജിക് സൈലൻസ് എന്ന ഒരു നിലപാടിലാണ് നരേന്ദ്രമോദി. അത് ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിക്കാൻ ഒരുപക്ഷെ ആത്യന്തികമായ സമഗ്ര വ്യാപാര കരാർ ഒരു നവംബർ മാസം അവസാനം, ഒക്ടോബർ അവസാനത്തോടെ എന്നാണ് പറഞ്ഞു കേട്ടത്. അങ്ങനെയെങ്കിൽ എല്ലാ ക്യാമറ കണ്ണുകളും യഥാർത്ഥത്തിൽ കോലാലംപൂരിലേക്ക് കേന്ദ്രീകരിക്കുമായിരുന്നു. ആ മീറ്റിംഗിൽ സൈഡ് ലൈനിൽ ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ട്രംപും തമ്മിൽ വ്യാപാര കരാർ അനൗൺസ് ചെയ്യുമായിരുന്നു. അതുണ്ടാവില്ല. അങ്ങനെയെങ്കിൽ പ്രിമച്വറായി എന്തെങ്കിലും ഒരു പ്രഖ്യാപനം നടത്തേണ്ടതില്ല. അതുകൊണ്ടാവാൻ പോകാത്തത്. അതുകൊണ്ട് നവംബർ അവസാനത്തോടുകൂടി ഒരു ധാരണയാകും. 50% തീരുവ 15%ത്തേക്ക് കുറച്ചുകൊണ്ടുവരാനാവും എന്നാണ് അനൗപചാരികമായി നയതന്ത്ര രംഗത്ത് ഇപ്പോൾ കേൾക്കുന്നത്. ശരി, പ്രത്യേക മനുഷ്യന് പ്രത്യേക നയതന്ത്രം എന്നതാണ് ട്രംപിന്റെ കാര്യത്തിൽ നടക്കുന്നത് എന്നതാണ് അദ്ദേഹത്തിന്റെ നിഗമനമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മറ്റതിഥികളിലേക്ക് എത്താം. ചെറിയൊരു ഇടവേള കൂടി. വീണ്ടും ചർച്ചയിലേക്ക്. കേണൽ ഡിന്നി, അമേരിക്ക പല വിധത്തിലുള്ള വിരട്ടൽ തന്ത്രങ്ങൾ താരിഫിലൂടെയും മറ്റും നോക്കിയപ്പോൾ ചൈന വളരെ ശക്തമായി അതിനെ പ്രതിരോധിച്ചു. ചൈനയ്ക്കുമേൽ പ്രതികാര നടപടികൾക്ക് ട്രംപ് പോലും മടിച്ചു നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ വിധേയപ്പെടുന്നവരെ വീണ്ടും വീണ്ടും ഭീഷണിപ്പെടുത്തുക എന്നതാണ് ട്രംപിൻ്റെ തന്ത്രം. അവിടെയാണ് ആവർത്തിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ട്രംപ് ആവർത്തിച്ച് പറഞ്ഞിട്ടും തിരുത്ത് ഉണ്ടാകാതെ പോകുന്നത്. അതിൻ്റെ പേരിൽ ഇപ്പോൾ ചൈനയുമായും ജപ്പാനുമായും ഒക്കെ അവിടുത്തെ രാഷ്ട്രത്തലവന്മാരുമായും ഒക്കെ സംസാരിക്കാൻ കഴിയുന്ന, നയതന്ത്ര തലത്തിൽ ഇടപെടലുകൾ നടത്താൻ കഴിയുന്ന അവസരം കൂടി ഇന്ത്യ നഷ്ടപ്പെടുത്തുന്നു എന്ന് വന്നാൽ അതൊരു പേടിച്ചോടലായി കോൺഗ്രസിന്റെ ആരോപണം എന്നതിനപ്പുറം ലോകരാഷ്ട്രങ്ങൾ പോലും വിലയിരുത്തും. ഡോക്ടർ മോഹൻ വർഗീസ് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു, പേടി ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള റെട്രിക് മാത്രമാണ്, അല്ലാതെ അതിനപ്പുറം ഒരു സീരിയസ് ആയിട്ടുള്ള ഡിപ്ലോമാസിയൊക്കെ കാണുന്നത് ഒരിക്കലും അങ്ങനെ പറയത്തില്ല. അതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമതായിട്ട് ഈ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പിനെ കുറിച്ച് നമ്മളിവിടെ തുറന്ന് കാണിക്കേണ്ട ഒരു കാര്യമുണ്ട്. നോക്കൂ, ഈ 2022 റഷ്യ യുക്രൈൻ വാർ തുടങ്ങിയ സമയത്ത് റഷ്യ വളരെ ലോ റേറ്റ്സിൽ നമുക്ക് ഓയിൽ തന്ന സമയത്ത് നമ്മൾ അവിടുന്ന് ഓയിൽ വാങ്ങിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ പലരും പറഞ്ഞു ഇന്ത്യയുടെ കയ്യിൽ ചോര ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇപ്പം ഡോക്ടർ ശശി തരൂരിനെ പോലെ ഡിപ്ലോമസിയൊക്കെ വളരെ നല്ല രീതിയിൽ അറിയുന്ന ആളുകൾ പോലും അന്ന് ഭാരതത്തിന് ഗവൺമെന്റ് വിമർശിച്ചു, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, റഷ്യയിൽ നിന്ന് നിങ്ങൾ ഓയിൽ വാങ്ങിക്കാൻ പാടില്ല, കാരണം അത് റഷ്യയാണ് യുക്രൈൻ അറ്റാക്ക് ചെയ്തത്. അതേ ഡോക്ടർ ശശി തരൂർ പിന്നീട് ഒരു ഇന്റർവ്യൂല് ഐ ഹാവ് എഗ് ഓൺ മൈ ഫേസ്, എനിക്ക് നാണക്കേടേണ്ടി വന്നു, കാരണം ഇന്ത്യ എടുത്ത നിലപാട് ശരിയായിരുന്നു എന്നും ഡോക്ടർ ശശി തരൂർ പറഞ്ഞു. അപ്പം ഒരു സമയത്ത് അവർക്ക് രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും നേട്ടം കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയും. അന്ന് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിച്ചതിനായിരുന്നു വിമർശനം, അന്ന് അതുകൊണ്ടായിരുന്നു നമുക്ക് പേടി. ഇന്ന് നമ്മൾ റഷ്യയിൽ നിന്ന് എന്തുകൊണ്ട് കുറയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പേടി.
അപ്പൊ എന്തായാലും എന്ത് ചെയ്താലും നരേന്ദ്രമോദി സർക്കാർ എന്ത് ചെയ്താലും വിമർശനം എന്നുള്ളത് ഒരു നയമാണ്. അത് നാച്ചുറലി അത് അവരുടെ ഓപ്പോസിഷന്റെ ഒരു കാര്യമാണ്. പക്ഷെ എന്തിനും എങ്ങനെയും വിമർശിക്കണം. ഇപ്പൊ നോക്കൂ, ഓപ്പറേഷൻ സിന്ദൂർ നടന്നു. അവർ ആക്ച്വലി പറഞ്ഞ പാകിസ്ഥാന്റെ സ്പോക്സ് പേഴ്സൺസ് ആയിട്ട് പാകിസ്ഥാൻ പറയുന്ന കാര്യങ്ങളാണ് അവർക്ക് വിശ്വാസം. ഇവിടെ തന്നെ പല പാനലിസ്റ്റുകളും ഭാരതത്തിന്റെ പ്രധാനമന്ത്രി പറയുന്നതല്ല, അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപ് പറയുന്നതാണ്, അതോ പാകിസ്ഥാൻ പറയുന്നതാണോ എന്ന് വിശ്വസിക്കണോ എന്നുള്ള കാര്യമാണ്. അത് വളരെ എനിക്ക് അതിനകത്ത് ആൻസർ ഒന്നുമില്ല. ആര് പറയുന്നത്? നിങ്ങൾ പാകിസ്ഥാൻ പറയുന്നതാണ് വിശ്വസിക്കുന്നത്, അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ രീതിയിൽ തന്നെ ഇരുന്നോട്ടെ. എന്താണ് നടന്നതെന്നുള്ളത് ഗ്രൗണ്ടിലുള്ളവരും മറ്റുള്ളവർക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അതൊന്ന്. രണ്ടാമതായിട്ട് എനിക്ക് എന്റെ സുഹൃത്ത് ശ്രീ പ്രൊഫസർ റോണി സാറിന്റെ അടുത്ത് ചോദിക്കാനുള്ളത്, സർ റേറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. അതായത് റഷ്യൻ ഓയിലിന്റെ ഇത്രയാണ്, യുഎസിന്റെ ഇത്രയാണ്, യുഎസിന്റെ കുറഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ സാറിന്റെ അടുത്ത് ചോദിക്കട്ടെ, റഷ്യൻ ഓയിൽ പെർ ബാരൽ എത്ര രൂപയാണ് ആൻഡ് യുഎസിന്റെ പെർ ബാരൽ എത്ര രൂപയാണെന്ന് സാറിന് അറിയാമോ? നമ്മൾ റഷ്യയിൽ നിന്ന് മേടിച്ചുകൊണ്ടിരിക്കുന്നത് $46 എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ വായിച്ചിട്ടുള്ളത്. അമേരിക്കയിൽ നിന്നും ഏകദേശം $68 ആയിരുന്നു എന്നുള്ളതാണ് എനിക്ക് ഈ പിന്നെ ഒരു കഴിഞ്ഞ ദിവസത്തെ വരെയുള്ള റേറ്റ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റേറ്റ് ഇന്നത്തെ എനിക്കറിയില്ല, ഒരു 68 അത്രയും വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന അമേരിക്കയും റഷ്യയുമായിട്ടുള്ള, കാരണം നമുക്ക് ലാഭകരം എന്ന് പറയുന്നത് പിന്നെ ഈ പറയുന്ന റഷ്യയിൽ നിന്ന് വാങ്ങിയത്. ഇപ്പൊ അങ്ങ് ഈ ഇരട്ടത്താപ്പിന് കാര്യം പറഞ്ഞുകൊണ്ടില്ല. ഞാൻ സാറിന്റെ സമയത്ത് ഞാൻ വഴങ്ങിത്തരാം സാർ. ഞാൻ എന്റെ ഞാൻ ഇതാണ് പ്രിസൈസ് പോയിന്റ്. ഇപ്പൊ റോണി സാറിനെ പോലുള്ള വളരെ പഠിച്ചിട്ട് വരുന്ന ആളുകൾക്ക് പോലും ഈ ഇന്നത്തെ ഓയിൽ റേറ്റ് എത്ര നമുക്ക് ആർക്കും അറിയത്തില്ല. കാരണം അത് ഒരു ട്രേഡിന്റെ കാര്യമാണ്. ഇന്നത്തെ മാർക്കറ്റ് റേറ്റ്സ് എന്താണെന്ന് അതൊക്കെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഭാരതത്തെ സംബന്ധിച്ചോളം നമുക്ക് എവിടെയാണോ ഓയിൽ കുറച്ച് റേറ്റ്സ് കിട്ടുന്നത് അവിടെ നാച്ചുറലി നമ്മൾ അങ്ങോട്ട് പോകും. ഇപ്പൊ വെനസ്വേലയിൽ നിന്നാണ് നമുക്ക് കുറച്ച് റേറ്റ് കിട്ടുന്നത്, നമ്മൾ അങ്ങോട്ട് പോകും. ഇനി യുഎസിന്റെ ഷെൽ കമ്പനീസ് നിന്നാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്, നമ്മൾ അങ്ങോട്ട് പോകും. അതാണ് ഭാരതത്തിന്റെ ഇത് ഒരു റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, അത് വളരെ സിമ്പിൾ എന്താ പറഞ്ഞാൽ ട്രേഡ് ആണ്, അത് എക്കണോമിക്സ് ആണ്. അപ്പൊ ഇവിടാണ് നമ്മൾ ആദ്യം നേരത്തെ റോണി സാർ പറഞ്ഞ പോലെ വളരെ കുറച്ച് റേറ്റ്സിലായിരുന്നു നമുക്ക് റഷ്യയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. അത് കറക്റ്റ് ആണ്. ഇന്ന് അത് കൂടി ഏകദേശം 61 ബാരലിന്റെ അടുപ്പിച്ചൊക്കെ ആയിട്ടുണ്ട്. അതേസമയത്ത് യുഎസിന്റെ ഏകദേശം അമേരിക്കൻ എണ്ണയുടെ വില 61.54. അതെ, 61.54 ആണ് യുഎസിന്റെ. റഷ്യയുടേത് 54. ചില റിപ്പോർട്ട്സിനകത്ത് 61 to 65 എന്നും ട്രേഡ് എന്ന് പറയുന്നുണ്ട്, 61 to 65 എന്ന് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എക്സാക്ട് റേറ്റ്സ് നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആർക്കും അറിയത്തില്ല എക്സാക്ട് റേറ്റ്സ് എന്താണെന്നുള്ളത്. എക്സാക്ട് റേറ്റ്സ് അത് ചെയ്യുന്ന കമ്പനീസിന് മാത്രമേ ഉള്ളൂ. അപ്പം ഭാരതത്തെ സംബന്ധിച്ചോളം ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യണം എന്നുള്ള ഒരു നയത്തിൽ വരികയാണെങ്കിൽ അത് വരും, സ്വാഭാവികമായിട്ട് വരും. കാരണം എപ്പോഴും എക്കാലത്തും നമ്മൾ ഒരു കൺട്രിയെ നമ്മൾ ഡിപെൻഡന്റ് ആയിരിക്കത്തില്ല. നോക്കൂ, ഒരു കാലത്ത് ഇറാനായിട്ട് നമുക്ക് എത്രമാത്രം ഓയിൽസ് വരുമായിരുന്നു, പക്ഷെ അത് നിന്നു. ഒരു കാലത്ത് വെനസ്വേലയിൽ നിന്ന് വരുമായിരുന്നു. മനസ്സിലായി താങ്കളുടെ പോയിന്റ്. നമ്മുടെ സമയക്കുറവ് കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ശ്രീ റോണി കെ ബേബി, നോക്കൂ, ഇവിടെ നോക്കൂ. ഈ ഇന്ത്യ റഷ്യയിൽ നിന്ന് വലിയ ലാഭം കിട്ടുമ്പോൾ അവിടെ നിന്ന് എണ്ണ വാങ്ങി. ഇപ്പോൾ അതിന് പകരമായി അമേരിക്ക വലിയ തീരുവ ചുമത്തുമ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ആടി ഉലയുകയാണ്. അതൊരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. ഒരുപാട് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. മാത്രവുമല്ല, വാണിജ്യ കരാർ യാഥാർത്ഥ്യമായില്ലെങ്കിൽ അതും വലിയ തിരിച്ചടികൾ സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ടാക്കും. ആ ഒരു സാഹചര്യത്തിൽ വലിയ റേറ്റ് വ്യത്യാസം ലാഭത്തിലില്ല എങ്കിൽ അമേരിക്കയിൽ നിന്ന് കുറച്ച് എണ്ണ വാങ്ങാൻ തീരുമാനിച്ചാൽ മറ്റൊരു വലിയ നഷ്ടം ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ അതൊരു നയതന്ത്രമല്ലേ, അതൊരു നല്ല തീരുമാനമല്ലേ, അത് രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്നതല്ലേ. അമേരിക്കയെ എല്ലാ കാലത്തും പിണക്കി ഒരു സൈഡിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക ഇന്ത്യയെ സംബന്ധിച്ച് സാധ്യമല്ല എന്നതൊരു വസ്തുതയായിരിക്കെ ഇതൊന്നും അറിയാതെയാണോ കോൺഗ്രസ് ഈ നിലയിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ മോദിയെ ഒരു ഭീരുവായി ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ ചിത്രീകരിച്ചുകൊണ്ട് രാജ്യത്തെ തന്നെ ഈ രീതിയിൽ മോശമാക്കുന്നത്? ലോകരാഷ്ട്ര തലവന്മാര് ചേരുന്ന സമിറ്റുകളില്, ഉച്ചകോടികളില്, പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര സമ്മേളനങ്ങളില് നമ്മുടെ പ്രധാനമന്ത്രി മനഃപൂർവ്വം പങ്കെടുക്കാതെ ഒളിച്ചോടുന്നതിനെ ഇതൊരു ഡിപ്ലോമാറ്റിക് സ്ട്രാറ്റജിയാണ് എന്നൊന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനും നമുക്ക് കഴിയില്ല. കാരണം ഇതിനകത്ത് നിലപാടുകളുടെ വിഷയം കൂടിയുണ്ട്. ഇവിടെ നേരത്തെയൊക്കെ നമുക്കറിയാം, നെഹ്റുവിന്റെ കാലത്തും ഇന്ദിരയുടെ കാലത്തും മൻമോഹൻ സിംഗിന്റെ കാലത്തും ഒക്കെ നമ്മുടെ രാജ്യം സ്വീകരിച്ചിരുന്ന നിലപാടുകൾ. ഇങ്ങനെ അന്തർദേശീയ തലത്തിലൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധികളൊന്നും ഒളിച്ചോടുകയല്ല നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭരണാധികാരികൾ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് അമേരിക്കയുടെ 7ാം കപ്പൽപ്പടയെ അയക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് ഒളിച്ചോടുകയല്ല ശ്രീമതി ഇന്ദിരാഗാന്ധി ചെയ്തത്. ആ കപ്പൽപ്പട ഇങ്ങോട്ട് വന്നാൽ അത് അങ്ങനെ തിരിച്ചു പോകണം എന്ന് അയക്കണമെന്ന് ഇന്ത്യക്ക് അറിയാമെന്ന ധീരമായ നിലപാടാണ് നമ്മൾ സ്വീകരിച്ചത്. ഇവിടെ ഏറ്റുമുട്ടലിന്റെ ഘട്ടമല്ലല്ലോ ഇത്, അങ്ങനെ ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിന്റെ ഘട്ടമല്ല.
എണ്ണ വാങ്ങണ്ട എന്ന് പറഞ്ഞത് വാങ്ങില്ല ഏമാനെ എന്നല്ലല്ലോ ഇന്ത്യ അതിനോട് പ്രതികരിച്ചത്. അമേരിക്കയ്ക്ക് എന്തുകൊണ്ടാണ് ഇന്ത്യയുമായി ചർച്ച നടത്തേണ്ടി വരുന്നത്? അമേരിക്കയ്ക്ക് എന്തുകൊണ്ടാണ് തുടരെ വിളിക്കേണ്ടി വരുന്നത്? H-1B വിസയുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ക്ലാരിഫിക്കേഷൻ നടത്തേണ്ടി വരുന്നത്? അമേരിക്കയെ സംബന്ധിച്ചും ഇന്ത്യയെ ഒരു ശത്രുപക്ഷത്ത് നിർത്തുക സാധ്യമല്ല. അപ്പോൾ തന്ത്രപരമായ നിലപാട് ഇന്ത്യ സ്വീകരിച്ചതിലൂടെ ട്രംപിന് തന്നെ ആവർത്തിച്ച് അദ്ദേഹത്തിന്റെ സന്നദ്ധത എന്താണെന്ന് വ്യക്തമാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കാണുന്നില്ലേ? തീരുവ 15 മുതൽ 16% വരെയായി ചുരുക്കും എന്ന സാധ്യതകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വന്നത് താങ്കളും വായിച്ചിട്ടുണ്ടാകുമല്ലോ. ഈ 50% തീരുവ ചുമത്താൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നമ്മൾ എത്രയോ വലിയ ഡിപ്ലോമാറ്റിക് നീക്കങ്ങൾ നടത്തിയത്, അന്ന് എന്ത് വലിയ പ്രചരണം നടത്തിയത്. ഇതാ ഇന്ത്യ അമേരിക്ക ചേർത്ത് നിൽക്കാൻ പോകുന്നു. നമ്മൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ അടുത്ത മാർക്കറ്റ് ചൈനയിൽ പോയി ചൈനീസ് പ്രസിഡന്റുമായും റഷ്യൻ പ്രസിഡന്റുമായും കൂടിക്കാഴ്ച നടത്തുന്നു. അമേരിക്കക്കെതിരെ ഒരു ബദൽ രൂപപ്പെടുകയാണ്. ലോക സാമ്പത്തിക വ്യവസ്ഥയിൽ തന്നെ അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് മറ്റൊരു ബദൽ രൂപപ്പെടുകയാണ്. ഈ 2-3 മാസം കഴിഞ്ഞപ്പോൾ ഇതൊക്കെ എവിടെ പോയി? ആദ്യമായി പോയോ? അതൊന്നും കേൾക്കുന്നില്ലല്ലോ. ഇപ്പോൾ മറ്റൊരു ഭാഷ പറയുക, ഏതാ? ഇന്ത്യൻ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് വഴങ്ങണം, അമേരിക്കയ്ക്ക് കീഴ്പ്പെടണം. ഇതാണ് ഞങ്ങൾ പറയുന്ന ആത്മാഭിമാനം അടിയറ വെച്ചു. ഇതിന് മറ്റൊരു മലയാളത്തിൽ മറ്റൊരു വാക്ക് പറയുന്നില്ല. രേണു ചൂണ്ടിക്കാട്ടി ഇപ്പോൾ റഷ്യയിൽ നിന്നും $4 കിട്ടുന്നു, അമേരിക്കയിൽ നിന്നും $68 കിട്ടുന്നു. അമേരിക്കയിൽ നിന്നും ഇങ്ങോട്ട് വരുന്ന കോസ്റ്റ്, റഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന കോസ്റ്റ് അത് കൂട്ടണം. ഇപ്പോഴും എത്രയോ വലിയ ലാഭകരമാണ് റഷ്യയിൽ നിന്ന് നമുക്ക് ഓയിൽ ഇവിടെ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി. അന്ന് ചോരപുരണ്ട കരങ്ങളിൽ നിന്നുമാണ് ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തത് എന്ന് കോൺഗ്രസ് ചെയ്യുന്നപ്പോൾ നിങ്ങൾ അത് അംഗീകരിച്ചില്ല. അപ്പോൾ അമേരിക്ക പറയുമ്പോൾ നരേന്ദ്രമോദിക്ക് അംഗീകരിക്കാം. അപ്പൊ അതല്ല ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് 2022 പറഞ്ഞു അമേരിക്ക പറഞ്ഞത് കേട്ടുകൊണ്ട് റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ പൂർണ്ണമായും നിർത്തുകയാണ് എങ്കിൽ താങ്കൾ പറയുന്നതിൽ ന്യായമുണ്ട് എന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെ അല്ലല്ലോ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. സമയക്കുറവുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ശ്രീ റോണിക്ക ബേബി, ശ്രീ സജിമോൻ ആന്റണി. ഇന്ന് ഈ റിലയൻസിന്റെ സ്റ്റേറ്റ്മെന്റ് ആരും പറഞ്ഞില്ല. റിലയൻസിന്റെ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് ഒരാളും പറഞ്ഞില്ല. അതാണ് ഒറ്റയടിക്ക് റഷ്യയിൽ നിന്ന് ഇന്ത്യക്ക് തുറക്കാൻ പറ്റില്ല. ഘട്ടം ഘട്ടമായി കുറച്ച് വരികയാണ്. കഴിഞ്ഞ മാസം 6% കുറച്ചു. ഇന്ന് റിലയൻസിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞു. ശരി ഓക്കെ. ശ്രീ സജിമോൻ ആന്റണി, അമേരിക്കയിൽ തന്നെ ഈ പല കോടതികളിലും ട്രംപിന്റെ ഈ തീരുമാനങ്ങൾ ഒക്കെയും ചലഞ്ച് ചെയ്യപ്പെടുകയാണ്. വലിയ പ്രതിഷേധം ട്രംപിനെതിരെ അമേരിക്കയിൽ തന്നെ ഉയരുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ട്രംപിനെ പുടിന് കാണണ്ട, മോദിക്ക് കാണണ്ട, പല രാഷ്ട്രത്തലവന്മാർക്കും കാണണ്ട. മൊത്തത്തിൽ ഗ്രേറ്റ് അഗെയിൻ ആക്കും അമേരിക്ക എന്ന് പറഞ്ഞ ട്രംപ് എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമുക്കതിനെ തിരിച്ചു വേണമെങ്കിലും പറയാം. ട്രംപിന്റെ പുട്ടിനെ കാണണ്ട, അല്ലെ ട്രംപിന്റെ മോദിയെ കാണണ്ട എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് അപ്പൊ അത് ഏതാണ് റിയാലിറ്റി എന്നുള്ളത് നമുക്ക് ഹൈലി ഡിബേറ്റബിൾ ഒരു ഇഷ്യൂ ആണ്. അത് എന്താണ് ഇവിടെ നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അല്പം ഇരട്ടത്താപ്പ് പ്രൈം മിനിസ്റ്റർ മോദിയുടെയിലും ഉണ്ട്, അല്പം ഇരട്ടത്താപ്പ് കോൺഗ്രസ് പാർട്ടിയുടെയിലും ഉണ്ട്, അല്പം ഇരട്ടത്താപ്പ് ട്രംപിന്റെ കയ്യിലും ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. എന്തിനാണ് അത് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇപ്പം പ്രൈം മിനിസ്റ്റർ മോദിയുടെ പോളിസികളെ ക്രിട്ടിസൈസ് ചെയ്യുക എന്നുള്ളത് കോൺഗ്രസ് പാർട്ടിയുടെ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടിയുടെ ഒരു ലീഗൽ റൈറ്റ്സ് ആണ്. അതിന് ചെക്ക് ആൻഡ് ബാലൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളത്. ദാറ്റ് ദേ ആർ ഡൂയിങ് ഇറ്റ്. അതുപോലെ തന്നെ ഇവിടെയും ട്രംപിനെതിരെ റാലി വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് യെസ്, 7 മില്യൺ ആൾക്കാരാണ് ട്രംപിനെതിരെ പ്രതിഷേധിച്ചത്. ട്രംപിന് കിട്ടിയത് മൊത്തം വോട്ട് 80 മില്യൺ, 78-79 സംതിങ് ലൈക്ക് ദാറ്റ് മില്യൺ ആണ്. അപ്പം അതുപോലെ ഒരു പ്രൊട്ടസ്റ്റ് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് കരുതി ട്രംപ് കസര വിട്ടു പോകുക, പ്രൈം മിനിസ്റ്റർ മോദി കസര വിട്ടു പോകുക എന്നൊരു പ്രതിഭാസത്തിലേക്കല്ല വരുന്നത്. എൻഡ് ഓഫ് ദ ഡേ ഇവിടുത്തെ ഇഷ്യൂ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു പോകുന്നത് തന്നെ ട്രേഡിന്റെ ഇൻബാലൻസ് ഉണ്ട്. അതൊരു റിയാലിറ്റിയാണ്. അത് നെഗോഷിയേഷൻ ഓരോ സ്ട്രാറ്റജി അല്ലെങ്കിൽ ടാക്ടിക്സ് ഉണ്ട്. അതിന് ഓരോ രാജ്യവും അല്ലെങ്കിൽ ഓരോ ലീഡേഴ്സും ഓരോ രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നാണ് നമ്മൾ ഇതിനെ നോക്കി കാണേണ്ടത്. ഒന്ന്. രണ്ടാമത്തേത്, മൊത്തത്തിൽ പറ്റുവാണെങ്കിൽ ഇതിനകത്ത് എന്ത് നേടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇന്ത്യയിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ, ഇന്ത്യയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഫോറിൻ പോളിസിയിൽ ഇന്ത്യയെ കമ്പാരറ്റീവ് പാകിസ്ഥാനുമായിട്ട് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ഒരു എഡ്ജ് കിട്ടി എന്ന് നമുക്ക് സംഭവിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതൊരു ഫെയിലിയർ ആയിരുന്നു, എവിടെയോ സംഭവിച്ചു. അതുപോലെ തന്നെ ട്രേഡിന്റെ കാര്യത്തിലും രണ്ട് രാജ്യമായിട്ടാണ് അമേരിക്ക 50% അല്ലെ അതിൽ കൂടുതൽ ടാരിഫ് വന്നിരിക്കുന്നത്. ബ്രസീലും ഇന്ത്യയും. ബാക്കിയുള്ള രാജ്യങ്ങളുമായിട്ട് ഒരു പരിധി വരെ അത് നെഗോഷിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇപ്പം ചൈനയുമായിട്ട് പിന്നെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് വാസ്തവമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ആസ് വി സ്റ്റാൻഡ് എന്ന് കരുതി നാളെ നമ്മൾ ഇരിക്കുമ്പം ഇതേ ലെവലിൽ ആയിരിക്കണമെന്നില്ല. കാരണം ഈ പോളിസികൾക്ക് ഒരു റീനെഗോഷിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്തെ ചേഞ്ച് അല്ലെ ചലഞ്ചസ് അല്ലെ ആരാണ് വിജയം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ ആൻസർ ആയിരിക്കത്തില്ല എന്നതാണ് വസ്തുത എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി പ്രൈം മിനിസ്റ്റർ മോദിയും അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പ്രസിഡന്റ് തീരുമാനങ്ങളാണ്. ഒരു കാര്യം ഞാൻ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇന്ത്യയുമായി അല്ലെ അമേരിക്കയുമായിട്ട് ഉടങ്ങി സമയത്ത് പ്രൈം മിനിസ്റ്റർ മോദി അല്ലെ ഇന്ത്യയുടെ സ്റ്റാൻഡ് അനുസരിച്ചിട്ട് ചൈനയും അല്ലെ റഷ്യയും ഇറാനും ഒക്കെ ആയിട്ട് ചില ഫോട്ടോയും ചില
ബന്ധങ്ങളൊക്കെ റീഎസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ എന്താണ് റിയാലിറ്റി? അവിടേക്ക് പോയി നമുക്ക് ഫോട്ടോ എടുക്കാം, പക്ഷേ ഇന്ത്യയുടെ ഗുഡ്സ് ഇത്രയും നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് വാങ്ങാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് അമേരിക്ക മാത്രമേ ഉള്ളൂ. അതൊരു റിയാലിറ്റിയാണ്. മറ്റു രാജ്യങ്ങളിൽ ടെമ്പററി നമുക്ക് ഡിപ്പെൻഡ് ചെയ്തു. എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാമോ? 30 സെക്കൻഡ്. അങ്ങനെ ഇന്ത്യക്കും അമേരിക്കയ്ക്കും ആത്യന്തികമായി നന്മ വരത്തക്ക രീതിയിൽ തന്നെയാണ് ഡിസിഷൻ മേക്കിംഗ് അപ്പാരറ്റസ് പ്രവർത്തിക്കുന്നത്. ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട ഇഷ്യൂ ഇറക്കുമതി, അമേരിക്കയിൽ നിന്നും ഉള്ള ഇറക്കുമതി. ഇവിടെ കാർഷിക ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് ജനിതക വ്യതിയാനം വരുത്തിയ ചോളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സോയാബീൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്രത്തോളം നമ്മുടെ സാമ്പത്തിക കർഷക വ്യവസ്ഥയെ ബാധിക്കും? ഇത് നമ്മുടെ ദേശീയ താല്പര്യമാണ്, നമ്മുടെ കർഷകരുടെ താല്പര്യമാണ്. ഇന്ത്യക്ക് അങ്ങനെ വഴങ്ങാനാവുന്നൊരു കാര്യമല്ല. ഇത് വളരെ സമൃദ്ധമായി ഇത് ഡയലോഗിൻ്റെ കാര്യത്തിൽ പറയാനൊക്കുന്നതാണ്. അതേസമയം ചെറിയ ചില വിട്ടുവീഴ്ചകൾ വരുത്തിക്കൊണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ തോത് ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ട് വരാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. പക്ഷേ പൂർണ്ണമായി ഒരു ഫൈൻ മോർണിംഗ് റഷ്യയുമായി ഇനി കച്ചവടമില്ല എന്ന രീതിയിലേക്ക് എത്തുന്നത് ഒരു പക്ഷേ ട്രംപിന് മുന്നിൽ ഇന്ത്യ കീഴടങ്ങുന്നതിന് തുല്യമായിരിക്കും. ആ ഒരു കാര്യം പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ആ തോത് ഒരു പക്ഷേ കുറച്ചുകൊണ്ട് വന്നെങ്കിൽ മാത്രമേ അമേരിക്കയുമായുള്ള വ്യാപാരം വർദ്ധിക്കാൻ സാധ്യതയുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ $45 ബില്യൺ ട്രേഡ് ഡെഫിസിറ്റ് കുറച്ചുകൊണ്ട് വരാൻ സാധിക്കൂ. അങ്ങനെ ട്രംപിൻ്റെയും മുഖം രക്ഷിക്കാനൊക്കുന്ന ഒരു രീതിയിൽ മാത്രമേ രമ്യമായ പരിഹാരം സാധ്യമാവൂ എന്നാണ് നിഗമനം. കീഴടങ്ങലാണോ നയതന്ത്ര തലത്തിലെ ഫൈറ്റ് ആണോ യഥാർത്ഥത്തിൽ നടക്കുന്നതെന്ന് വാണിജ്യ കരാറിന്റെയും താരിഫിന്റെയും കാര്യത്തിൽ തീരുമാനം വരുമ്പോഴാകും വ്യക്തമാവുക. നമുക്ക് കാത്തിരിക്കാം. എല്ലാ പാനലിസ്റ്റുകൾക്കും നന്ദി. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് at 9 കാണാം. നമസ്കാരം.